ഒരു സഹാബി വരെ റസൂലുള്ളാഹിയിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സ്വഹാബത്തെ അങ്ങയുടെ കാര്യം? സ്വഹാബ പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിനടുത്ത് ഒരു വീടുണ്ട്, ആ വീടിന്റെ മുറ്റത്ത് ഒരു ഈത്തപ്പഴ മരമുണ്ട്, ഈന്ത മരമുണ്ട്. ആ മരത്തിന്റെ കൊമ്പുകൾ ചാഞ്ഞ് എന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാണ് യാ റസൂലല്ലാഹ് നിൽക്കുന്നത്. ഈ ഈന്തപ്പഴ മരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഈത്തപ്പഴങ്ങൾ എന്റെ പാവപ്പെട്ട മക്കൾക്ക് ഒരുപാട് വല്ലാത്ത ദാരിദ്ര്യത്തിന്റെ വിഷമം കൊണ്ട് സഹിക്കവയ്യാതെ വിശപ്പടക്കാൻ വേണ്ടി അതെടുത്ത് കഴിക്കാറുണ്ട് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, അതിനെന്താ പ്രശ്നം, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ അപ്പുറത്തെ വീട്ടിലുള്ള ആ ഈന്തപ്പന മരത്തിന്റെ ആ വീട്ടുകാരൻ ഈത്തപ്പഴം പറിക്കുവാൻ വേണ്ടി ആ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പറിച്ചിടുന്ന സമയത്ത് എന്റെ വീട്ടിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഇങ്ങനെ ഉതിർന്ന് പറിക്കുന്ന സമയത്ത് വീണുപോയി. എന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കള് ആ ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ തുടങ്ങി, കയ്യിൽ പെറുക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ വീട്ടുകാരൻ ആ മരത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ കയ്യിൽ നിന്നും ഈത്തപ്പഴം വാങ്ങി. മാത്രമല്ല യാ റസൂലല്ലാഹ്, മക്കൾ വായിലിട്ട ഈത്തപ്പഴം പോലും വിരലിട്ട് എടുത്ത് ആ പ്രിയപ്പെട്ട എന്റെ അയൽവാസി അവിടെ നിന്നും പോയി യാ റസൂലല്ലാഹ്. എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? എനിക്ക് വല്ലാത്ത വിഷമമായി പോയി യാ റസൂലല്ലാഹ്. എന്റെ അയൽവാസി ഇങ്ങനെ ചെയ്തപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ ആ ഈന്തപ്പഴ മരത്തിന്റെ ഉടമയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഓ സഹോദരാ, സഹോദരാ, ബിഇലി ഹാദിഹി നഖല വലക ലഹാ നഖലതു ഫിൽ ജന്നാ. ഓ എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, സഹാബത്തെ, ഈ ഈന്തമരം എനിക്ക് വിൽക്കുമോ സഹാബത്തെ? ഈ ഈന്തമരം എനിക്ക് അങ്ങ് വിറ്റാൽ നാളെ സ്വർഗ്ഗലോകത്ത് ഒരു ഈന്തപ്പഴ മരം ഞാൻ അങ്ങേക്ക് വാങ്ങിത്തരും സഹാബാ, സഹാബാ. ആ സഹാബി വര്യൻ ഭാഗ്യമുള്ള സഹാബിയായിരുന്നില്ല എന്ന് നമുക്ക് പറയാം, നിർഭാഗ്യവാനാണെന്ന് നമുക്ക് പറയാം. അവിടെ നിന്നും സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ എനിക്ക് ഈത്തപ്പഴം തരുന്ന മരമാണ് ഈ മരം. ഈ മരം വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യാ റസൂലല്ലാഹ്. ഈ ഈന്തപ്പഴമരം വിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ സഹാബിയുടെ വീട്ടിലേക്ക് പോയ സഹാബാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ആ സഹാബിയുടെ മറുപടി കേട്ടിട്ട് ലോകത്തിന്റെ നായകനല്ലേ ചോദിക്കുന്നത്? ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടക്കുന്നവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിയ ലോകത്തിന്റെ മുത്തേ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ചോദിക്കുന്നത്? ആ ഹബീബുല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു ഈന്തമരം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് നൽകിയിട്ടും ആ സഹാബിക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ലല്ലോ. എത്ര നിർഭാഗ്യമായ സഹാബിയാണ് ആ സഹാബി. സഹാബാക്കൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നിരാശയോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലതാ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങ്
എന്തേ ഒരു വല്ലാത്ത നിരാശയോടുകൂടി മടങ്ങി വരുന്നത്? എന്താണ് യാ റസൂലല്ലാഹ് അങ്ങേക്ക് വേണ്ടത്? റസൂലുള്ളാഹ് പറയുകയാണ്, ഇന്നാലെന്ന സഹാബി എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു പരാതി പറഞ്ഞു. സഹാബത്തെ ആ സഹാബിയുടെ വീട്ടിലേക്ക് ചായ്ഞ്ഞു കിടക്കുന്ന ഈത്തമരത്തിൽ നിന്നും വീണുപോയ ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ അയൽവാസിയായ സഹാബിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ വിശപ്പ് സഹിക്കവയ്യാതെ എടുത്തൊന്ന് കഴിച്ചു പോയപ്പോൾ അത് ആ പ്രിയപ്പെട്ട സഹാബി വന്നുകൊണ്ട് ആ മക്കളുടെ വായിൽ നിന്നും വിരലിട്ട് എടുത്തു എന്റെ പ്രിയപ്പെട്ട അബൂ ദഹ്ദാ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്തായി കേൾക്കുന്നത്? അല്ലാഹു തആല നൽകിയ ഒരു നിഅമത്ത് ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെടുത്ത് ഭക്ഷിച്ച കാരണത്താൽ വായിൽ വിരലിട്ടുകൊണ്ട് പോലും അത് എടുത്ത സഹാബിയാണോ? എന്താ കേൾക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ആ സഹാബിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ ഈത്തമരം എനിക്കൊന്ന് വിൽക്കുമോ? അതിന് പകരമായി നാളെ ഞാൻ സ്വർഗത്തിലൊരു ഈത്തമരം അങ്ങേക്കിതാ വാഗ്ദാനം ചെയ്യുകയാണ്. النخلة ولك لها نخلة في الجنة. ആ സഹാബിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ ഈന്തമരം എനിക്കൊന്ന് വിൽക്കുമോ? ആ ഈന്തമരം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ ഈന്തമരം എനിക്ക് വിറ്റാൽ വലക ലഹാ നഖലതു ഫിൽ ജന്ന. ഓ സഹാബത്തെ ആ മനുഷ്യനെ ഞാനിതാ സ്വർഗത്തിലൊരു ഈന്തമരം കൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സഹാബ എന്ന് ആ മനുഷ്യനെ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടും ആ മനുഷ്യനത് സ്വീകരിച്ചില്ല, ആ മനുഷ്യനത് അംഗീകരിച്ചില്ല, ആ മനുഷ്യൻ വിൽക്കാൻ തയ്യാറായില്ല. ഇത് കേട്ടപ്പോൾ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്. വലിയ സമ്പന്നനായ മനുഷ്യനാണ് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഞാൻ ആ ഈന്തമരം വാങ്ങി തന്നാൽ എനിക്ക് നാളെ സ്വർഗത്തിൽ ഈന്തമരം കൊണ്ട് അങ്ങ് വാഗ്ദാനം ചെയ്യുമോ യാ റസൂലല്ലാഹ്? അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂ ദഹ്ദാ, അങ്ങ് ആ ഈന്തമരം എനിക്ക് വാങ്ങിത്തരികയാണെങ്കിൽ ഞാൻ അങ്ങേക്കിതാ വലക നഖലതു ഫിൽ ജന്ന, വലക നഖലതു ഫിൽ ജന്ന, ഞാനിതാ അങ്ങേക്ക് സ്വർഗീയ ലോകത്ത് ഒരു ഈന്തമരം ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് അബൂ ദഹ്ദാ. ഇത് കേട്ട സമയത്ത് മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ആ ഈന്തമരത്തിന്റെ ഉടമയായ സഹാബിയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഓ സഹാബ, അങ്ങ് റസൂലുള്ളാഹിക്ക് നൽകാൻ വേണ്ടി ഈന്തമരം ചോദിച്ച സമയത്ത് എന്തേ സഹാബത്തെ കൊടുക്കാൻ കഴിയാത്തത്? ഞാൻ അങ്ങേക്ക് ഈ ഈന്തമരത്തിന് എന്ത് പകരം വേണമെങ്കിലും തരാം സഹാബ. അങ്ങ് എനിക്ക് നൽകുകയാണെങ്കിൽ ഈ ഈന്തമരത്തിന് എത്ര പൈസ വേണമെങ്കിലും തരാം സഹാബ. ആ സമയത്ത് ആ സഹാബി മറുപടി പറയുകയാണ്, ഓ അബൂ ദഹ്ദാ, ഇതിന് വലിയ വില തന്നെ അങ്ങ് നൽകേണ്ടി വരും, എന്നാൽ മാത്രമേ ഞാൻ ഇത് നൽകുകയുള്ളൂ. എനിക്ക് അത്രമാത്രം ഈത്തപ്പഴം നൽകുന്ന ഈന്തമരമാണ് സഹാബത്തെ. അബൂ ദഹ്ദാ, എനിക്ക് ഒരുപാട് ഈത്തപ്പഴം നൽകുന്ന മരമാണ്. അതുകൊണ്ട് ഇതിന് വലിയ വില നൽകിയാൽ, വലിയ പകരം നൽകിയാൽ അങ്ങേക്ക് ഞാൻ ഇത് നൽകാം അബൂ ദഹ്ദാ. ഈന്തപ്പഴമരത്തിന്റെ ഉടമയായ സഹാബി മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറയാം, ഇതിന് പകരമായിട്ട് വലിയ വില നൽകേണ്ടി വരും, എന്നാൽ അങ്ങേക്ക് ഞാനിതാ ഈ ഈത്തപ്പഴമരം നൽകാൻ തയ്യാറാണ്.
മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഈ ഈത്തപ്പഴമരത്തിന് പകരമായി വേണ്ടത് സ്വഹാബത്തെ? ആ സമയത്ത് ആ സ്വഹാബി വര്യൻ പറയുകയാണ്, ഈ ഈത്തപ്പഴമരത്തിന് 40 ഈത്തപ്പഴത്തോട്ടങ്ങൾ എനിക്ക് പകരം നൽകേണ്ടി വരും സ്വഹാബത്തെ, പകരം നൽകേണ്ടി വരും അബൂ തഹ്താദ്. മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോയില്ല. 40 ഈത്തപ്പഴത്തോട്ടം ഇതിന് പകരമായി നൽകാൻ ഞാൻ തയ്യാറാണ് സ്വഹാബത്തെ. ആ സമയത്ത് മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരൊറ്റ ഈത്തപ്പഴമതാ അതിന്റെ ഉടമയായ സഹാബി വര്യൻ നൽകുകയാണ്. പകരം 40 ഈത്തപ്പഴമരത്തോട്ടമതാ മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു ആ ഒരു ഈത്തപ്പഴമരത്തിന്റെ ഉടമയായ സഹാബി വര്യന് തിരിച്ചു നൽകുകയാണ്. മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു വേണ്ട എന്ന് പറഞ്ഞില്ല. 40 ഈത്തപ്പഴമരത്തോട്ടമാണോ? ഞാൻ റെഡിയാണ്, ഇതാ എന്റെ 40 ഈത്തപ്പഴമരത്തോട്ടം ഞാൻ ഇതാ അങ്ങേക്ക് നൽകിയിരിക്കുകയാണ്. എനിക്ക് പകരം ആ ഒരൊറ്റ ഈന്തമരം മതി, ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴമരം മാത്രം മതി. എന്തേ കാരണം? മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു ഇത് നൽകാനുള്ള കാരണം എന്തേ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബി വര്യന് ഉറപ്പ് നൽകി, അബൂ തഹ്താദ് ആ ഈത്തപ്പഴമരം അങ്ങ് എനിക്ക് വാങ്ങിച്ചു നൽകുകയാണെങ്കിൽ വലകലഹാ നഖ്ലതു ഫിൽ ജന്ന വലകലഹാ നഖ്ലതു ഫിൽ ജന്ന. നാളെ സ്വർഗീയ ലോകത്ത് അങ്ങേക്ക് ഞാനൊരു ഈത്തപ്പഴമരം വാങ്ങിത്തരും അബൂ തഹ്താദ്. നാളെ സ്വർഗീയ ലോകത്ത് ജീവിക്കാലോ എന്ന ഒരൊറ്റ ചിന്ത കാരണം കൊണ്ട് മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴമരത്തിന് പകരമായി കൊണ്ട് തന്റെ 40ഓളം ഈത്തപ്പഴമരത്തോട്ടം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പകരം നൽകി മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം ഇവിടെ പറയാനുള്ള കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുന്ന വിഷയം, ഒരു മനുഷ്യൻ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുന്നത്. എന്ത് പ്രവർത്തനങ്ങൾ ഖുർആൻ നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്നൊക്കെ നമ്മോട് വിളിച്ചു പറയുമ്പോൾ ചെയ്യുന്ന നന്മ നല്ല രീതിയിലുള്ള നന്മയായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. മഹാനായ അബൂ തഹ്താദ് റളിയല്ലാഹു അൻഹുവിനെ ആ ചോയ്സ് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് ഗുഡ് ഗ്രേറ്റ്, ഈ 2 രൂപത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഹസൻ അഹ്സൻ, നല്ലത് സ്വീകരിക്കാം, ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതാണ് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വിഷയം നമ്മുടെ മര്യാദകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. മര്യാദകൾ എന്ന് പറയുന്നത് പാലിക്കാം പാലിക്കാതിരിക്കാം. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു മുഅ്മിൻ ജീവിക്കലാണ് ഖുർആനിന്റെ അഹ്സൻ അഥവാ ഗ്രീരി എന്ന പദവിയിലുള്ള ഖുർആനിന്റെ ആഹ്വാനം സ്വീകരിച്ചവരായി നാം ഒക്കെ മാറുക. ഇനി പാലിക്കാതെ പോയാലോ അവന് തന്നെ നഷ്ടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി അവന്റെ കിടപ്പറയിലേക്ക് പോകുന്നത് വരെ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങൾ പാലിക്കുമ്പോഴും അല്ലാഹു തആല നമുക്ക് പുറത്തു തരികയാണ്. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ദിവസം ഏതാ ദിവസം? നമ്മുടെ കൂട്ടത്തിൽ 3 യാസീൻ ഓതിയവരൊക്കെ ഇല്ലേ? 3 യാസീൻ ഓതിയവരൊക്കെ എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ദുഖാൻ സൂറത്ത് ഓതിയവരില്ലേ? എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാഹ്. ഈ സൂറത്ത് ഓതാൻ വേണ്ടി മഹാന്മാർ നമ്മോട് കൽപ്പിച്ചപ്പോൾ നാം ഒക്കെ അത് പാരായണം ചെയ്തു. നല്ല കാര്യമാണ്, അഹ്സനാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നു
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടിപ്പുകൾ 3 വിഭാഗത്തിലായിക്കൊണ്ട് പടച്ച റബ്ബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മാസൂമീൻ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. രണ്ടാമത്തെ വിഭാഗക്കാർ മഹ്ഫൂദീൻ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. മൂന്നാമത്തെ വിഭാഗക്കാർ മുദ്നിബീൻ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. ഇങ്ങനെ 3 ടൈപ്സിലാണ് ഈ ലോകത്തെ സൃഷ്ടിപ്പുകളെ പടച്ചറപ്പ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു തആല ഈ 3 വിഭാഗക്കാർക്കും ഒരുപാട് സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗക്കാരാണ് മാസൂമീൻ എന്ന് പറയുന്ന വിഭാഗക്കാർ. അവരാണ് അംബിയാ മുർസലുകൾ. അല്ലാഹു തആല ഒരുപാട് പദവികളെ കൊണ്ട് അലങ്കരിച്ച നബിമാർ, മലക്കുകൾ. ഇവരുടെ അരികിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റും സംഭവിക്കൂല. ഇവരിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല. അമ്പിയാക്കളിൽ നിന്നൊരു തെറ്റും സംഭവിക്കൂല. രണ്ടാമത്തെ വിഭാഗക്കാരാണ് മഹ്ഫൂദീങ്ങൾ എന്ന് പറയുന്ന വിഭാഗക്കാർ. അത് മനുഷ്യന് പരിശ്രമിച്ചാൽ ആ ഒരു സ്ഥാനത്തേക്ക് ചെന്നെത്താൻ സാധിക്കും. ആ സ്ഥാനക്കാരാണ് ഔലിയാക്കൾ എന്ന പദവിയിലുള്ള നാമൊക്കെ മഹാന്മാർ എന്ന് പേരിട്ട് വിളിക്കുന്ന മനുഷ്യന്മാർ. തെറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് പരമാവധി അല്ലാഹ് എന്ന സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് മഹ്ഫൂദീങ്ങൾ എന്ന് പറയുന്ന വിഭാഗക്കാർ. മൂന്നാമത്തെ വിഭാഗക്കാരാണ് മുദ്നിബീൻ എന്ന് പറയുന്ന വിഭാഗക്കാർ. ഈ മുദ്നിബീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? തെറ്റ് ചെയ്യും, പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങും. നമ്മെ പോലെയുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കും. പക്ഷേ പടച്ച റബ്ബിലേക്ക് രാത്രിയുടെ ഇരുട്ടിൽ റബ്ബേ എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, നീ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുന്നവരാണ് മുദ്നിബീങ്ങൾ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗക്കാർ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. ഈ മുദ്നിബീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ വാരിക്കോരി തന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് ഒരുപാട് വർഷത്തോളം മനുഷ്യന്മാര് ജീവിച്ചില്ലേ, അവരൊക്കെ ഒരുപാട് അമലുകൾ ചെയ്തില്ലേ. എന്നാൽ ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലാഹു തആല അവരുടെ അമലിനോളം കിടപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് നല്ല നല്ല ദിവസങ്ങൾ റബ്ബ് നമുക്ക് വാരിക്കോരി തന്നത്. കേവലം ഒരു രാത്രി കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് വർഷത്തോളം ചെയ്ത പ്രതിഫലം പോലും നമുക്ക് റബ്ബ് വാരിക്കോരി തന്നില്ലേ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസത്തേക്കാളും പ്രതിഫലമുള്ള ദിവസം റബ്ബ് നമുക്ക് ഒരൊറ്റ രാത്രിയിൽ നൽകിയില്ലേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്കൊക്കെ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ്, നാളെ ആഖിറത്തിലേക്ക് നൽകുകയാണ്. അത്രയും സ്നേഹമാണ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് എനിക്കും എന്നോടും നിങ്ങളോടുമുള്ളത്. അല്ലാഹുവിന് അതിയായ സ്നേഹമാണ്. നമുക്ക് പടച്ചറപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയതെന്താ? പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് മോനെ അല്ലാഹ് ആരാ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട കുഞ്ഞുമോന് പറയും, കുഞ്ഞുമോള് പറയും, നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നവനാണ് റബ്ബ്.
നോമ്പ് നോറ്റില്ലെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നവനാണ് റബ്ബ്. ഇങ്ങനെയല്ലേ പ്രിയപ്പെട്ട പൊന്നുമോനെ പടച്ച റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയത്. നരകമെന്ന തീക്കുണ്ടാരത്തിന് നമ്മെ പോലെയുള്ള മനുഷ്യന്മാരെ വലിച്ചിടാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായിട്ടല്ലേ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. എന്നാൽ റബ്ബ് അങ്ങനെയുള്ളവനല്ല. അല്ലാഹുവിന് അവന്റെ അടിമകളായ എന്നോടും നിങ്ങളോടും അതിയായ സ്നേഹമുണ്ടത്രേ. ഈ റബ്ബിനോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റബ്ബിലേക്ക് എനിക്കും നിങ്ങൾക്കും അടുക്കുവാൻ പറ്റാത്തത്. റബ്ബിന്റെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ പരിപൂർണമായി ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറുക തന്നെ നാം ചെയ്യും. അതിലൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. രാവിലെ നാം എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ എന്ന് റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഒരു അടിമ എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിന് എത്ര സന്തോഷമായിരിക്കും ഉണ്ടാവുക. എന്റെ അടിമ എന്നെ ഓർത്തല്ലോ, എന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ. ഇങ്ങനെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന അടിമകളോടാണ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് തിരിച്ചും സ്നേഹമുണ്ടാവുക. അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർക്കാൻ കഴിയുന്ന അടിമയോടെ തിരിച്ച് റബ്ബ് അങ്ങോട്ട് സ്നേഹം കൊടുക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു മിനിറ്റിൽ 50 ലക്ഷം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളാണ്. ഈ കോശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ വരുമ്പോഴാണ് റേഡിയേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ട് ഈ കോശങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടതായ ഒരു ദുർവിധി നമ്മെ തേടിയെത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച്, ഈ ആരോഗ്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ഓർക്കുക. എത്രയെത്ര ആൾക്കാരാണ് ആരോഗ്യത്തെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീട്ടിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ. നാമൊക്കെ ഈ ദുനിയാവിൽ ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാക്കി ഇസ്ലാമിന്റെ മര്യാദകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് കേവലം ഒരു സെക്കൻഡ് മതി ഈ ആർഭാടത്തെയും നാമൊക്കെ നടത്തുന്ന ആഭാസങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി. കേവലം ഒരു സെക്കൻഡ് മതി. റബ്ബിനെ കുറിച്ച് ഓർക്കാതെ ഇങ്ങനെ നാം ജീവിക്കുമ്പോൾ, റബ്ബിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കാതെ ജീവിക്കുമ്പോൾ റബ്ബ് നമ്മെ ഒരു പിടുത്തം പിടിക്കും. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള വേണ്ടാത്ത ആഭാസങ്ങളിലും ആർഭാടങ്ങളിലും ഫിത്നയിലും ഫസാദിലും നിന്നുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തുനിയുകയില്ല. റബ്ബിന്റെ സ്നേഹത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഈ ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു തആല എന്തൊക്കെ ഇബാദത്തുകൾ ഈ ലോകത്ത് വെച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ ഉമ്മത്ത് മുഹമ്മദ് തെറ്റ് ചെയ്താൽ ആ തെറ്റിനൊക്കെ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ പരിഹാര മാർഗം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് വുളൂ ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ കൈകാലുകളൊക്കെ വൃത്തിയാകും. ശരി തന്നെ. ഈ വെറും അംഗശുദ്ധീകരണം മാത്രമാണോ വുളൂ എന്ന് പറഞ്ഞാൽ? ഞാനും നിങ്ങളെ മനസ്സിലാക്കിയതെന്താ? നിസ്കരിക്കണം, അപ്പൊ ഒന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് നിസ്കരിക്കണം എന്നതിലപ്പുറം മറ്റെന്താണ് വുളൂവിനെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കി? വുളൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരാള് വീട്ടിൽ നിന്ന് കുളിച്ചു നല്ല ഫ്രഷായി വന്നു, അവൻ വുളൂ ചെയ്തില്ല, പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ്, അവൻ നേരെ പോയി നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നു. അവന്റെ ശരീരം ശുദ്ധിയുള്ളതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും വുളൂ ചെയ്യുന്നത്? മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യൻ വുളൂ ചെയ്യുന്ന സമയത്ത് അവന്റെ രണ്ട് മുൻകൈ കഴുകുമ്പോൾ ആ മുൻകൈയിൽ നിന്നും വെള്ളം ഊറ്റായി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അവന്റെ മുൻകൈ കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ പടച്ചറപ്പ് പുറത്തു കൊടുക്കുകയാണ്. ഓരോ തുള്ളി വെള്ളം അവന്റെ മുൻകൈയിൽ നിന്നും തുള്ളിയായി താഴെ ഊറ്റുന്ന
സമയത്ത് ആ അടിമയ അവന്റെ കൈ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. മുഖം കഴുകുകയാണ്. മുഖം കഴുകുന്ന സമയത്ത് അവന്റെ രണ്ട് കണ്ണുകളിലേക്ക് വുളൂഇന്റെ വെള്ളം പ്രവേശിച്ച് കയറി ഇറങ്ങുന്ന സമയത്ത് അവന്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ടുപോയ ഹറാമുകൾ പടച്ചറപ്പ് അവന്റെ വുളൂഇന്റെ വെള്ളം കണ്ണിൽ പ്രവേശിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി കൈ കഴുകുന്ന സമയത്ത് കാല് കഴുകുന്ന സമയത്ത് ചെയ്തുപോയ ദോഷങ്ങളൊക്കെ കാലുകൊണ്ട് അവൻ ചെയ്തുപോയ ദോഷങ്ങൾ ഹറാമിലേക്ക് നടന്നു പോയവനായിരിക്കാം. ആ ദോഷങ്ങളൊക്കെ അവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമത്രേ. ഇത്രയും സ്നേഹമാണ് റബ്ബിന് നമ്മോട്. എന്റെ ഒരു അടിമ നരകത്തിലിട്ട് തീക്കുണ്ടാരത്തിൽ വീണ് വെന്തുരുകേണ്ട ഒരു ഗതി വരാൻ പാടില്ല എന്ന് കൊതിക്കുന്നവനാണ്, എന്ന് ആഗ്രഹിക്കുന്നവനാണ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത്. എനിക്കും നിങ്ങൾക്കും നിസ്കാരം എന്നുള്ളത് വല്ലാത്ത ഭാരമല്ലേ, വല്ലാത്ത നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന കാര്യമല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചമ്പാറുള്ള ചെറുപ്പക്കാരാ, നിങ്ങളൊക്കെ നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമായി മാറിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബാപ്പമാരെ, നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണേ. നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ എന്റെയും നിങ്ങളുടെയും ചിന്ത ഏതെങ്കിലും സുഖലോലുമതിയിലേക്ക് നീങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചും നിസ്കാരം എന്തിനാണ് എന്ന ബോധത്തെ കുറിച്ചും തിരിച്ചറിയാത്തത് കൊണ്ടാണ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമയോട് ഒരു ദിവസം 5 നേരം സംസാരിക്കാൻ കൊതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അടിമ, എന്റെ സ്നേഹനിധിയായ അടിമ എന്നോട് സംസാരിക്കാത്തത്, എന്നോട് സംസാരിക്കാത്തത് എന്ന് റബ്ബ് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹിന്റെ സമയമാകുമ്പോൾ റബ്ബ് കൊതിക്കുകയാണ്, എന്റെ അടിമയുമായി എനിക്ക് സംസാരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടല്ലോ, അതിയായ അനുഭൂതിയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട അടിമ എന്നോട് സംസാരിക്കാത്തത്. ളുഹറിന്റെ സമയമാകുമ്പോൾ, അസ്റിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ സമയമാകുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് കൊതിക്കുകയാണ്. എന്റെ അടിമയന്തേ എന്നോട് സംസാരിക്കാത്തത്, എന്റെ അടിമയന്തേ എന്നോട് സംസാരിക്കാത്തത്. ഇങ്ങനെ അടിമകളുമായി ഒരു ദിവസം 5 നേരം സംസാരിക്കാൻ വേണ്ടിയാണ് റബ്ബ് തആല നമുക്ക് നിസ്കാരത്തെ നൽകിയത്. എന്നിട്ട് നമുക്ക് റബ്ബിനെ ഓർമ്മയില്ല. നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി, നമ്മോട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന റബ്ബിനോട് സംസാരിക്കാൻ നമുക്കാർക്കും സമയമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബഹുമാനപ്പെട്ട റസാഖ് മാഷ് എന്നെ വിളിക്കാണ്, ഉസ്താദേ എവിടെ എത്തി? ഞാൻ പറഞ്ഞു ഇപ്പൊ സമയം 9:30 ഈ സമയത്ത് റസാഖ് മാഷിനോട് ഞാൻ പറയാണ്, മാഷേ ഞാൻ തളിപ്പറമ്പ് വിട്ടതേ ഉള്ളൂ. റസാഖ് മാഷ് ഇവിടെ പ്രഭാഷണത്തിന് വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. 10 മണിയാകുമ്പോൾ എന്നെ വിളിക്കുകയാണ്, മാഷേ ഞാൻ കണ്ണൂർ ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. സമയം 10:30 മാഷ് വീണ്ടും വിളിക്കുകയാണ്, ഇവിടെ എത്തി? തലശ്ശേരി എത്താൻ പോകുന്നു മാഷേ. 11 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയാൽ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും എന്റെ പ്രിയപ്പെട്ട റസാഖ് മാഷിന്റെയൊക്കെ ഫീലിംഗ് എങ്ങനെയായിരിക്കും? എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? നിങ്ങൾ എന്ത് പണിയാടുത്തത്? ഇത്രയും സമയം നിങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ? എന്തേ നിങ്ങൾ ഇത്രയും വൈകിയത്? എന്തേ നിങ്ങൾ ഇത്രയും വൈകിച്ചത്? നേരത്തെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നും പുറപ്പെട്ടൂടെ എന്ന് ചോദിക്കൂലേ?
എന്താ കാരണം? ഒരു മനുഷ്യന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രയാസമാണ്, ഒരു പരീക്ഷണം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഒരു ദിവസം 5 നേരം എന്റെ പ്രിയപ്പെട്ട എന്റെ സ്നേഹനിധികളായ എന്റെ അടിമ എന്നോട് സംസാരിക്കാത്തത്, ഞാൻ അവരോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ? അങ്ങനെ അല്ലാഹു തആല കൊതിച്ചിരിക്കുകയാണ്. നിസ്കാരത്തെ വൈകിച്ച് കൊണ്ടിരിക്കുമ്പോ റബ്ബിനോട് നേരത്തെ പ്രിയപ്പെട്ട റസാഖുവാശിനും പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരന്മാർക്കും ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അതിനേക്കാളും റബ്ബിനെ നമ്മോട് കോപമുണ്ടാകുമത്രേ. എത്രത്തോളം നിസ്കാരം നാം വൈകിക്കുന്നുവോ അത്രത്തോളം റബ്ബിന് നമ്മോട് കോപം വന്നുകൊണ്ടേയിരിക്കും, നമ്മോട് ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും, നമ്മോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി നാം പാലിക്കേണ്ട മര്യാദ 5 വക്ത് നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരമാണ്. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്ത് എന്നെയും നിങ്ങളെയും കൊതിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ അടിമ സംസാരിക്കാൻ വരാത്തത് എന്നിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ റബ്ബിന്റെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കേണ്ടത് സ്നേഹനിധികളായ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ 5 വക്ത് സമയം രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പാഴാക്കല്ലേ. റബ്ബിന്റെ ആ സ്നേഹത്തെ, റബ്ബിന്റെ ആ ആഗ്രഹത്തെ, റബ്ബിന്റെ ആ കൊതിയെ തിരിച്ചു നമുക്കും നൽകിക്കൂടെ? ആ സ്നേഹത്തെയും ആഗ്രഹത്തെയും കൊതിയെയും കുറിച്ചുള്ള സഫലീകരണത്തിന് വേണ്ടി നമുക്കും സമയം കണ്ടെത്തിക്കൂടെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം പാലിക്കേണ്ട മര്യാദ 5 വക്ത് നിസ്കാരം, അതിന്റെ മുറ പോലെ നിർവഹിക്കലാണ്. പ്രിയപ്പെട്ട ഉമ്മമാരോടും പെങ്ങന്മാരോടുമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും അധിക പേര് നമസ്കരിക്കുന്നത് അസ്ർവാഗിന്റെ സമയം അടുക്കുന്ന സമയത്താണ്. പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ് അസ്ർവാഗിന് വേണ്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാഗിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന, നമ്മുടെ കർണപുടങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ശബ്ദം നമ്മുടെ ചെറിയ മാധുര്യത്തോടുകൂടി പ്രകമ്പനം കൊള്ളിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഉമ്മമാർ അസ്ർ നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് പോകുന്നത്. ളുഹർ നിസ്കരിക്കുന്ന സമയത്താണ്. ളുഹർ നിസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴായിരിക്കും അസ്ർ ബാഗ് പള്ളിയിൽ നിന്നും കേൾക്കുന്നത്. ഇങ്ങനെ പ്രിയപ്പെട്ട ഉമ്മമാർ ളുഹർ നമസ്കാരത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് നിങ്ങളോട് കോപം വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, എന്നോട് ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന സംസാരത്തിന് വേണ്ടി സമയം വൈകിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, 5 വക്ത് നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കണേ. അഫ്ളലുസ് സ്വലാത്തി അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായത് സമയത്തിന്റെ ആദ്യത്തിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ്. നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ നിസ്കാരം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മര്യാദ 5 വക്ത് നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കുന്നവരാവുക. റബ്ബ് നമ്മോട് സംസാരിക്കാൻ കൊതിക്കുമ്പോൾ ആ സംസാരിക്കാൻ വേണ്ടി സമയവും സന്ദർഭവും കണ്ടെത്തുന്നവരായി മാറുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി പാലിക്കേണ്ട മര്യാദ. ഈ മര്യാദകൾ പാലിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയി വരും. എന്നാൽ ഈ മര്യാദകൾ പാലിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ റബ്ബ് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കൂടി നാം പരീക്ഷിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു തആല ഒരുപാട് അടിമകൾക്ക് പുറത്തു കൊടുക്കുമത്രേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതാനി ജിബ്രീൽ ഹാദിഹിൽ ലൈലത്തു മിൻ ശഅബാൻ ആയിഷ ഈ ശഅബാൻ 15ന്റെ രാവായ ഇന്നത്തെ ദിവസം എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു ആയിഷ എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു ആയിഷ എന്നിട്ട് ജിബ്രീൽ പറയുകയാണ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ലിഖാഉ മിനന്നാർ കഗനമ ശൂരി ഗനമിൽ ഖൽബ് യാ റസൂലല്ലാഹ് ഖൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തെക്കാളും കൂടുതൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഇന്നത്തെ ദിവസത്തിൽ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും യാ റസൂലല്ലാഹ് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും യാ റസൂലല്ലാഹ് ഖൽബ് ഗോത്രം എന്ന് പറയുന്നത് ആ മദീനയുടെ മണ്ണിൽ ഒരുപാട് ആടുകളുള്ള ഗോത്രമാണ് ആ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ദോഷങ്ങളെ പുറത്തു കൊടുക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാ ജിബ്രീൽ വന്നുകൊണ്ട് പറയാണ് യാ റസൂലല്ലാഹ് ഇന്നത്തെ ദിവസം ഇത്രയും ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും പക്ഷേ അല്ലാഹു തആല ഇന്നത്തെ ദിവസം ചില വിഭാഗക്കാരിലേക്ക് നോക്കുക പോലുമില്ല അവർ എത്ര മര്യാദ പാലിച്ചിട്ട് നിസ്കരിച്ചാലും ശരി മര്യാദ പാലിച്ചിട്ട് ജീവിതം വിതയിച്ചാലും ശരി കുറച്ച് വിഭാഗക്കാരിലേക്ക് അല്ലാഹു തആല നോക്കുക പോലുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻദുറുല്ലാഹു ഫീഹാ മുശ്രിക് ഒന്നാമത്തെ വിഭാഗക്കാർ ഈ ബറാഅത്തിനാണ് അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുമത്രേ എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കില്ല ഒന്നാമത്തെ വിഭാഗക്കാർ അൽ മുശ്രിക് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതായ വിഭാഗക്കാരുണ്ടല്ലോ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന വിഭാഗക്കാരുണ്ടല്ലോ ദുനിയാവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിയായ നേട്ടങ്ങൾ സാധിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ പണയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലുള്ള വിശ്വാസത്തെ പണയപ്പെടുത്തിക്കൊണ്ട് രാജായ റബ്ബുൽ ഇസ്സത്തിന് പകരമായി ഏതെങ്കിലും ദൈവങ്ങളെ പങ്കുചേർക്കുന്നവരുണ്ടല്ലോ അവർക്ക് അല്ലാഹു തആല ഇന്നത്തെ ദിവസത്തിൽ ഒരു പാപത്തെയും പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി അവർ ഇന്നത്തെ ദിവസം എനിക്ക് ദീർഘായുസ്സ് നൽകണേ ആഫിയത്ത് നൽകണേ എന്റെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യണേ അവസാനം നന്നായി മരിക്കണേ എന്ന നിയ്യത്തോടുകൂടി പള്ളിയിൽ ചെന്നിട്ട് അവർ 3 യാസീനല്ല 4 യാസീനല്ല 5 യാസീനല്ല എത്ര യാസീൻ ഓതിയാലും അവരിലേക്ക് അല്ലാഹു തആല നോക്കുക പോലുമില്ലത്രേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വിഭാഗക്കാർ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന വിഭാഗക്കാർ അല്ലാഹു കാക്കുമാറാവട്ടെ രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ് വലാ ഇലാഹ മുശാഹിൻ വലാ ഇലാഹ മുശാഹിൻ പരസ്പരം മനസ്സിൽ ശത്രുതയും വെറുപ്പും അഹങ്കാരവും അഹന്തയും വെച്ച് നടക്കുന്നവരുണ്ടല്ലോ ഇവരിലേക്ക് അല്ലാഹു തആല ഇന്നത്തെ ദിവസം നോക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഈ വെറുപ്പും അഹങ്കാരവും അഹന്തയും വരുമ്പോഴാണ് ഒരു മനുഷ്യനോടുള്ള ശത്രുത വരുമ്പോഴാണ് അവരുടെ കുറ്റപ്പെടുത്തലുകൾ നാവിന്റെ തുമ്പിലേക്ക് വരുന്നത് മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുന്ന സാധനം പറയാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് മനസ്സിന്റെ അകത്തുള്ള വെറുപ്പിന്റെ കാരണത്താലല്ലേ മനസ്സിന്റെ അകത്തുള്ള അഹങ്കാരത്തിന്റെ കാരണത്താലല്ലേ എന്റെ പ്രിയപ്പെട്ട ഈ ചമ്പാടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ
ശരിക്കും പഠിക്കണം ഈ വിഷയം. എത്ര യാസീൻ ഓതിയാലും അല്ലാഹു തആല ഈ വിഭാഗത്തിൽപ്പെട്ടാൽ നമുക്ക് പുറത്തു തരില്ല. മറ്റുള്ളവന്റെ പച്ചയിറച്ചി നിന്നുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെ പുറത്തു തരില്ല. പള്ളിയിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. 5 വക്ത് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പരസ്പര മനസ്സ് വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും അഹന്തയും വെച്ച് നടന്നുകൊണ്ട് ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല ഇത്രയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസമായിട്ട് പോലും അവരിലേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഈ ഒരു വിഷയത്തിലുണ്ട്. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം വെറുപ്പ്, പരസ്പരം വിദ്വേഷം, ശത്രുത, എല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ എല്ലാ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അഹങ്കാരം കൊണ്ടല്ലേ ഞാനാണ് വലിയവൻ, എന്നെ എല്ലാവരും കാണണം എന്നുള്ള ചിന്ത അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ചിന്തയല്ലേ? ഈ ചിന്ത വരുന്ന സമയത്തല്ലേ വലിയവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. ജമാഅത്തിന്റെ ഭാരവാഹികൾ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുക. ഇതൊക്കെ അഹങ്കാരത്തിന്റെ ചിന്തയല്ലേ? പണത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും മറവിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജമാഅത്ത് ഭാരവാഹികളെ പോലും അംഗീകരിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പാടുള്ള സഹോദരിമാരെ, അല്ലാഹു തആല ഈ ബറാഅത്ത് രാവിൽ എത്ര യാസീൻ ഓതിയാലും, എത്ര ദുആ ഓതിയാലും, എത്ര ദിക്ർ ചൊല്ലിയാലും അല്ലാഹു തആല അവരിലേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് നന്നാക്കണം. ആദ്യം മനസ്സിൽ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല, ശത്രുതയുണ്ടാവാൻ പാടില്ല, വെറുപ്പുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ മനസ്സ് നന്നാക്കാതെ ഒരിക്കലും തന്നെ നമ്മുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. റമദാൻ മാസത്തിൽ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചാൽ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും അഹന്തയും വെച്ചുകൊണ്ട് നടക്കുന്നവരുടെ ഒരു ഇബാദത്തും ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കുമാറാവട്ടെ, നമ്മുടെ മനസ്സിനെ നന്നാക്കുമാറാവട്ടെ. ആദ്യമായി മര്യാദകൾ നമ്മുടെ മനസ്സ് നന്നാക്കിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലേ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉപകാരപ്രദമായ മര്യാദകളായി മാറുകയുള്ളൂ. മനസ്സ് നന്നാക്കണം. ആദ്യം മനസ്സ് നന്നാക്കണം. പള്ളിയിൽ വെറുതെ ഇരുന്നിട്ട് ഫസ്റ്റ് സഫിൽ ഉസ്താദിന്റെ നേരെ ബേക്കിൽ നിന്നുകൊണ്ട് ഒന്നാമത്തെ തക്ബീറുൽ ഇഹ്റാം ഇമാം കെട്ടുമ്പോൾ ആ ഇമാമോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. പരസ്പരം മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അഹങ്കാരം വെച്ച് നടക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ ഫിത്നയാക്കാം, ഫസാദാക്കാം. ഇന്നത്തെ സോഷ്യൽ മീഡിയക്ക് ഇതിന് എല്ലാ സൗകര്യങ്ങളും, ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും പറയാൻ എല്ലാ സൗകര്യവും. ഒന്ന് ആ സ്വിച്ച് പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഫിത്ന പറഞ്ഞ് ഗ്രൂപ്പിലിട്ടാൽ മതി. അത് സ്പ്രെഡ് ആവുകയാണ്, ഫോർവേഡ് ആവുകയാണ്, ഷെയർ ആവുകയാണ്. കുഴപ്പങ്ങളും ഗുലുമാലുകളും വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നിട്ട് ജീവിച്ച അല്ലാഹു വെറുതെ വിടൂല. അവനുള്ള കുറ്റമായാൽ പോലും അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഒരാളൊരു തെറ്റ്, ഉദാഹരണത്തിന് ഞാനൊരു തെറ്ററിഞ്ഞാൽ റസാഖ് മാഷിനെ വിളിച്ചിട്ട് പറയാൻ പാടില്ല, മാഷെ അവനൊന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ ചെയ്ത തെറ്റിന്റെ ഉടമ റബ്ബിനോട് ഖേദിച്ചു മടങ്ങിയ അവന് പുറത്തു കൊടുക്കുമത്രേ. എന്നാൽ പറയപ്പെട്ട ഞാൻ അല്ലാഹു തആല എനിക്ക് പുറത്തു തരണമെങ്കിൽ ആ തെറ്റ് ചെയ്ത മനുഷ്യന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയണം, നിന്നെ കുറിച്ച് ഞാനിങ്ങനെ ഇന്നാളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറയാം. റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരാൾ ചെയ്ത തെറ്റല്ലേ മറ്റുള്ളവരോട് പറയുന്നത്, അത് ഗീബത്താകും? റസൂലുള്ളാഹി പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഗീബത്ത്. ഒരാൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഇത് തന്നെ ഗീബത്ത്. പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അയൽവാസി വീട്ടിലോ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴോ പ്രിയപ്പെട്ട ഏതെങ്കിലും അടുത്ത സുഹൃത്തിനെ വീട്ടിലേക്ക് കണ്ടെത്തിയാൽ അന്ന് മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറയുന്നത് നിർത്തുക. അള്ളാഹു നമ്മുടെ ഒരു ഇബാദത്തും സ്വീകരിക്കൂല. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളൊക്കെ. അവൻ നമുക്ക് പൊരുത്തപ്പെട്ടെന്നാൽ അള്ളാഹു നമ്മുടെ തൗബ പോലും സ്വീകരിക്കും. ആരെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അപവാദം പറഞ്ഞ് അപരാധം പറഞ്ഞാൽ അത് ഏത് വിഷയത്തിലാവട്ടെ, എന്ത് വിഷയത്തിന്റെ പേരിലായാലും ശരി, ചില ആൾക്കാരുണ്ട്, ചില നാടുകൾ അല്ലാഹു തആല ഇതിനായിട്ട് ചില ആൾക്കാരെ പടച്ചു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫിത്നയും ഫസാദും പറയാനായിട്ട് ചില ആൾക്കാരെ പള്ളിയിൽ തന്നെ അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ടാവും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തുടങ്ങാം നമ്മുടെ ആ ഖത്തീബ് ളുഹുർക്ക് ഇവിടെ പോയതാ, അതൊന്ന് അന്വേഷിക്കണം. മുക്രി ഇപ്പുറത്തെ പോകുന്നുണ്ടായിരുന്നു, അയാൾക്ക് അപ്പുറത്തെ പോയിക്കൂടെ? ഇങ്ങനെ ആലിമീങ്ങളെ കുറിച്ചും ഉലമാക്കളെ കുറിച്ച് പോലും പച്ചയിറച്ചി തിന്നുകൊണ്ട് ജീവിക്കുന്നവര് അവർ പൊരുത്തപ്പെട്ടു തന്നാലല്ലാതെ അല്ലാഹു തആല നിങ്ങളുടെ തൗബയെ സ്വീകരിക്കുകയില്ല. ഇങ്ങനെ പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, പരസ്പരം ഫിത്നകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, പള്ളിയിൽ ഉസ്താദുമാരാവട്ടെ, ജമാഅത്ത് ഭാരവാഹികളാവട്ടെ, ചെറുപ്പക്കാരെയാകട്ടെ, ചെറുപ്പക്കാരത്തികളാവട്ടെ, ഇങ്ങനെ അപവാദങ്ങളും അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഇടക്കോലുള്ളവരെ ശ്രദ്ധിക്കണേ. സക്കറാത്തിന്റെ ഹാൽ പ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പോലും കുറ്റം പറഞ്ഞുകൊണ്ട്, ഫിത്ന പറഞ്ഞുകൊണ്ട്, ഗീബത്ത് പറഞ്ഞുകൊണ്ട്, അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് സാധിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാവ് റബ്ബിനെ സ്തുതിക്കുന്ന നാവായി മാറണം. മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറയുന്ന നാവാകാൻ പാടില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരാളുടെ മാന്യതയെയും പുച്ഛിച്ചീന്താൻ വേണ്ടി ഇസ്ലാം മതം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. തെറ്റുകൾ ചെയ്തവർ പടച്ചറബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് തെറ്റിന്റെ മുകളിൽ കുറ്റം, കുറ്റത്തിന്റെ മുകളിൽ കുറ്റമായി കൊണ്ട് മാറുകയല്ല വേണ്ടത്. ചെയ്തു പോയ തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ തെറ്റ് ചെയ്യില്ല അല്ലാഹുവേ പുറത്തു തരണേ അല്ലാഹ് എന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നവരാവണം. അതിന് വേണ്ടത് ആദ്യം അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. അത് സംഘടനയുടെ പേരിലാവട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, വിഭാഗീയതയുടെ പേരിലാവട്ടെ, ഒരാളെയും കുറ്റപ്പെടുത്താൻ പോകല്ലേ, തെറി പറയാൻ പോകല്ലേ, മോശമായി ചെയ്തിരിക്കാൻ പോകല്ലേ. നമ്മുടെ മഹാന്മാർ, പണ്ഡിതന്മാർ ഇങ്ങനെയൊന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതെന്താണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂൻ മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്ന്, അവന്റെ കൈകളിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. എന്നാൽ മാത്രമേ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. നമ്മുടെ കൈകളെ കൊണ്ട്, നമ്മുടെ നാവിനെ കൊണ്ട് ഒരാൾക്കും ഒരു വേദനയും ഉണ്ടാവാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഒരാളുടെ മനസ്സും നമ്മുടെ കരങ്ങളാലോ നമ്മുടെ നാവിന്റെ കാരണത്താലോ വേദനിച്ചു പോകാൻ പാടില്ല. ഇങ്ങനെ വേദനിച്ചു പോയാൽ എത്ര ബറാഅത്തിന്റെ രാവ് വന്നാലും, എത്ര പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം വന്നാലും അല്ലാഹു തആല ഇങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട്, പരസ്പരം വിദ്വേഷം തീർത്തുകൊണ്ട് നടക്കുന്നവരുടെ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്, ഇനി എന്റെ നാവ് കൊണ്ട് റബ്ബേ ഒരാളെയും കുറ്റപ്പെടുത്തൂല, ഒരാളുടെയും ജീവിതത്തിൽ എന്റെ നാവ് കയറി ഇറങ്ങൂല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. എല്ലാവരുടെ വിഷയത്തിലും ചില ആൾക്കാർ കയറി ഇടപെടും. അത് ഏതൊരാളുടെ വിഷയത്തിലാവട്ടെ, ജമാഅത്തിന്റെ വിഷയത്തിലായാലും നമ്മുടെ ഉസ്താദുമാരുടെ വിഷയത്തിലായാലും ചില ആൾക്ക് പറഞ്ഞാലേ ഒരു സമാധാനം, ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ആരെങ്കിലും പച്ച ഇറച്ചി ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കണം. അല്ലാഹു കാക്കുമാറാവട്ടെ.
അല്ലാഹു കാക്കുമാറാവട്ടെ. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖൗമിന്റെ അരികിൽ കൂടി, കുറച്ച് ജനങ്ങളുടെ അരികിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് അവരോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ തഹല്ലലു തഹല്ലലു, നിങ്ങൾ പല്ലിൽ കുത്തണേ പല്ലിൽ കുത്തണേ. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് മാ തഇമിനൽ യൗമ തആമാ മാ തഇമിനൽ യൗമ തആമാ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്, പിന്നെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പല്ലിൽ കുത്തേണ്ടത് യാ റസൂലല്ലാഹ്. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ വാപ്പമാരെ, റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നാളെ കുറിച്ച് നിങ്ങൾ ഫിത്ന പറഞ്ഞില്ലേ, ഫിത്ന പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ മനുഷ്യന്റെ പച്ചയിറച്ചി നിങ്ങളുടെ പല്ലിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്, പല്ലിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് തഖല്ലലു തഖല്ലലു, നിങ്ങൾ പല്ലിൽ കുത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളുടെ അരികിൽ കൂടി പോകുമ്പോൾ സഹാബാക്കൾ ഇങ്ങനെ ആരെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പല്ലിൽ കുത്തണേ, ഇന്നാരെന്നാളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ, അത് കാരണം നിങ്ങളുടെ പല്ലിനിടയിൽ ഭക്ഷണം ആ മനുഷ്യനെ കുറിച്ചുള്ള പച്ചയിറച്ചിയാണ് കുടുങ്ങിയത്, പല്ലിൽ കുത്തി തുപ്പണേ. അത്രയും റസൂലുള്ളാഹി ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്. ഒരാളെയും കുറ്റം പറയല്ലേ, ഫിത്ന പറയല്ലേ, ഫസാദ് പറയല്ലേ. ഗീബത്തിനെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ വാക്യം എല്ലാവർക്കും അറിയുന്നതല്ല. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, ഹബീബനാ റസൂലുള്ളാഹി. വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠോരമായ ശിക്ഷയാണ് ഗീബത്ത് പറയുന്നവന് അല്ലാഹു തആല കൊടുക്കുക. പടച്ചവൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മെ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി നാം ഇടപെടുന്നത്? നന്നായി ജീവിക്കുന്നവർ നന്നായി ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ചില നാടുകളിലുണ്ട്. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ചില നാടുകളിലൊക്കെ വലിയ ഫ്ലക്സ് കാണാം. ഇവിടെ ഉണ്ടോന്നറിയില്ല. ഇവർ വിവാഹ മുടക്കികൾ സൂക്ഷിക്കുക എന്ന വലിയ ഫ്ലക്സുകൾ കാണാൻ സാധിക്കും. കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലക്സ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലാലോ. നല്ല നാടാണ്, നിലനിർത്തി തെരുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരെന്നില്ല തോന്നുന്നു. അല്ലാഹു തആല നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ സാലിഹത്തായ ഇണകൾ നൽകുമാറാവട്ടെ. ചെറുപ്പക്കാർത്തികൾക്ക് സാലിഹങ്ങളായ ഇണകളെയും നൽകുമാറാവട്ടെ. നാം കാരണം ആരുടെയെങ്കിലും ജീവിതം തുലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നാം കാരണം വേദനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അതിന്റെയൊക്കെ വേദന തിന്നിട്ട് ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോകും. ഒരു സംശയവുമില്ല, ഒരു സംശയം. എന്താണ് കിട്ടുന്നത് നമുക്ക്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് അവരുടെ ജീവിതം അവതാളത്തിലാക്കിയിട്ട് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് അപവാദങ്ങളും പ്രചരണങ്ങളും പറഞ്ഞുണ്ടാക്കിയിട്ട് എന്താണ് നമുക്ക് നേടാനുള്ളത്? മറ്റുള്ളവരുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് കളിച്ചിട്ട് എന്താണ് നമുക്ക് നേടാനുള്ളത്? ഒരു സുഖം. ആ സമയത്ത് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ചെറുപ്പക്കാരുടെ വിവാഹമൊക്കെ മുടക്കൽ ഒരു സുഖം. ചില നാടുകളിലൊക്കെ അങ്ങനെയാണ്. വിവാഹം എത്ര കഷ്ടപ്പെട്ടാലും നടക്കൂല. അങ്ങനെയുള്ള നാടുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അല്ലാഹു നമ്മുടെ നാട്ടിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള നാടുകളെ തൊട്ട് നമ്മുടെ നാട്ടിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിനടുത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കാനായിട്ട് ചില ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ചില ബസ് സ്റ്റോപ്പ് അവർ നോക്കൽ നമ്മുടെ നാട്ടില് അപരിചിതമായ ഏതെങ്കിലും വണ്ടി പോകുന്നുണ്ടോ, അപരിചിതരായ ഏതെങ്കിലും ആൾക്കാർ വരുന്നുണ്ടോ, അവർ കണ്ട പറഞ്ഞ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ടിപ് ടോപ്പിലായിരിക്കും നടത്തൊക്കെ. ഇസ്തിരി ചുളിയാത്ത ഷർട്ടും തുണിയൊക്കെ ഇട്ടിട്ട് അവർ പറഞ്ഞ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. നല്ല വാക്ചാതുര്യമുണ്ട്. നാളെ നാം മരിച്ചാൽ അല്ലാഹു തആല നമ്മിലേക്ക് അയക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാചാതുര്യമുള്ള നാവ് എവിടെ പോയടാ, എവിടെ പോയടാ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നവന്റെ ശബ്ദിക്കാൻ കഴിയില്ലത്രേ. നേരെ മറിച്ച് രാജാവായ റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ദിക്റും സലാത്തുമായി മുഴുകിക്കൊണ്ടിരുന്നവൻ, അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാത്തവൻ അല്ലാഹുവിനോട് പറയുമത്രേ, റബ്ബേ റബ്ബേ, എന്റെ നാവ് കൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല അല്ലാഹ്,
എന്റെ നാവ് കാരണം ഒരാളുടെയും ജീവിതം തുലഞ്ഞു പോയിട്ടില്ല അല്ലാഹ് എന്ന് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മുത്തൽ ജീവിച്ച മുത്തഖീങ്ങളുടെ നാവ് വിളിച്ചു പറയുമെന്ന് ഹബീബ് യാ റസൂലുള്ളാഹി. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞു നടന്നവന്റെ നാവ് പിടപിടാ പിടക്കുകയാണ്. പേടിച്ചുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാം എന്ന രൂപം കണ്ട് പേടിച്ച് ഭയന്നുകൊണ്ട് അവൻ പിടപിടാ പിടക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കൊന്നും അറിയില്ല അല്ലാഹ്, എനിക്കൊന്നും അറിയില്ല അല്ലാഹ് എന്നുള്ള മറുപടിയായിരിക്കും കൊടുക്കാൻ കഴിയുക. അല്ലാഹു കാക്കുമാറാവട്ടെ. മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറയുന്നതിനെ തൊട്ട് റബ്ബേ നമ്മുടെ നാവിനെ കാക്കണമേ അല്ലാഹ്. ആദ്യം നമ്മുടെ മനസ്സ് നന്നാക്കുക. എന്നാൽ ആരെക്കുറിച്ചുമുള്ള ദുശ്ചിന്തയോ മോശമായ സംസാരമോ നമ്മുടെ നാവിൽ നിന്നും വരികയില്ല. നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് ഒന്നാമത്തെ നമ്മുടെ തെറ്റിലേക്ക് നയിക്കുന്നതിന്റെ കാരണം നമ്മുടെ രണ്ട് കണ്ണാണ്. ഒന്നാമത് നമ്മുടെ തെറ്റിലേക്ക് നയിക്കുന്ന അവയവം നമ്മുടെ രണ്ട് കണ്ണുകളാണ്. രണ്ടാമത് നമ്മുടെ തെറ്റിലേക്ക് നയിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. മൂന്നാമതാണ് നമ്മുടെ ശരീരത്തിലെ നാവും കയ്യും കാലൊക്കെ ഉൾപ്പെടുന്നത്. ആദ്യം കണ്ണിനെ കൺട്രോൾ ചെയ്യുക. കുറ്റം പറയുന്ന ആൾ വരുന്നത് കണ്ടുകൊണ്ടാ കാണാം. അപ്പോൾ തന്നെ മനസ്സിൽ ഇടുപൊട്ടി, ഓ ഇന്ന് നല്ല ആൾക്കാർ വന്നല്ലോ, ഇന്നത്തെ വിശേഷം എന്തായിരിക്കും, ഇന്ന് ആരൊക്കെയാണ് പെണ്ണ് കാണാൻ വന്നത്. ചെറിയ ബ്രോക്കർ ഫീസിന് വേണ്ടിയായിരിക്കും അപവാദങ്ങളും അപരാധങ്ങളും പറയും. ബ്രോക്കർ ഫീസിന് വേണ്ടി 10,000 15,000 ബ്രോക്കർ ഫീസ് നഷ്ടപ്പെട്ടു. അപ്പുറം പറയും ആ പുതിയാപ്പിള ശരിയില്ല കേട്ടോ. എന്നിട്ടോ കാരണം എന്തായിരിക്കും? മറ്റേ ബ്രോക്കർ കൊണ്ടു കൊടുത്ത പുതിയാപ്പിളയായിരിക്കും. അല്ലാഹു നമ്മുടെ സമൂഹത്തെ കാക്കുമാറാവട്ടെ, കാക്കുമാറാവട്ടെ. പുതിയാപ്പിളയും പെണ്ണൊക്കെ ആക്കിക്കൊടുത്തു, നല്ല കാര്യം തന്നെ. പക്ഷേ പാര വെക്കാൻ പാടില്ല ഒരാളുടെയും ജീവിതത്തിൽ. നമ്മുടെ നേട്ടത്തിന് വേണ്ടി ഒരാൾക്കും പാര വെക്കാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് അല്ലാഹു തആല തിരിഞ്ഞു നോക്കാത്ത രണ്ടാമത്തെ വിഭാഗം. മനസ്സിൽ ദുശ്ചിന്ത കൊണ്ട് നടക്കുന്ന ഈ ഭാഗം, പാരയും ഫിത്നയും ഫസാദും കൊണ്ട് നടക്കുന്ന ഈ വിഭാഗം. ബറാത്തിന്റെ രാവിൽ യാസീൻ ഓതിയിട്ടൊന്നും കാര്യമില്ല, അല്ലാഹു നോക്കൂല. അതുകൊണ്ട് ആദ്യം ഈ തെറ്റൊക്കെ റബ്ബിലേക്ക് പറഞ്ഞിട്ട് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബേ, ഇങ്ങനെ കുറെ ആളെ ജീവിതത്തിൽ ഞാൻ പാര വെച്ചിട്ടുണ്ട് അല്ലാഹ്, ഇടങ്കോലിട്ടിട്ടുണ്ട് അല്ലാഹ്. ആരുടെ ജീവിതത്തിലാണോ വെച്ചത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ അരികിലേക്ക് പോയിട്ട് നിന്റെ കല്യാണം ഞാൻ മുടക്കിയിട്ടുണ്ട്, അല്ലാഹനെ ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ടു, ഇനി എന്റെ ഈ കല്യാണത്തിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടുക. അവൻ പൊരുത്തപ്പെട്ട് തന്നാൽ അല്ലാഹു തആല ഈ പണിയെടുത്തോണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു ജീവിതം റബ്ബ് നമുക്ക് നൽകാതിരിക്കട്ടെ. ഇസ്സത്തുള്ള എന്തൊക്കെ പണിയെടുത്ത് ജീവിച്ചാൽ പോലെ. ഇങ്ങനെ പെണ്ണും പുതിയാപ്പിളയും ചെക്കനും ആക്കി കൊടുത്തിട്ട് ബ്രോക്കർ ഫീസ് വാങ്ങിയിട്ട് എന്തിനാ ജീവിക്കുന്നത്? എത്ര പണിയുണ്ട് ഈ ദുനിയാവിൽ ഇസ്സത്തുള്ള പെണ്ണ്. ഈ പണിക്ക് നിൽക്കുമ്പോഴല്ലേ ഈ ഫിത്നയും ഫസാദും പറയേണ്ട ആവശ്യം വരുന്നത്? എന്തിനു വേണ്ടിയാണ്? നല്ല സുഖല്ലേ, ഒരു 5 പുതിയാപ്പിള ഒരു മാസം ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ എത്രയും ബ്രോക്കർ ഫീസ് വിടാം? 50,000. നല്ല കച്ചവടം. 5 പുതിയാപ്പിള ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ 2.5 ലക്ഷം റുപ്യല്ലേ ഒരു മാസം കിട്ടുന്നത്. ആജിക്കാരെ മോക്ക് വന്നിട്ട് 50,000 കൊടുത്തിന് ആജിക്ക 50,000 രൂപയ്ക്ക് ഒരു ബ്രോക്കർമാർ കൊടുക്കുന്ന ഫീസ്. ഇത് നഷ്ടപ്പെട്ട ഫിത്നയും ഫസാദും പറയാണ്ട് 50,000 അല്ലേ നഷ്ടപ്പെടുന്നത്? എനിക്ക് കിട്ടേണ്ട പെണ്ണല്ലേ അപ്പുറത്തെ ബ്രോക്കർ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത്? എനിക്ക് കിട്ടേണ്ട പുതിയാപ്പിളയല്ലേ മറ്റേ ബ്രോക്കർ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത്? ഇങ്ങനെ മനസ്സിൽ ദുശ്ചിന്തയും മോശമായ ചിന്ത വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തമായ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടംകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന സഹോദരാ, അല്ലാഹു തആല ഈ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസം പോലും നിങ്ങളിലേക്ക് നോക്കുക പോലും ചെയ്യില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനിക്കാം, ഒരാളുടെ ജീവിതത്തിലും ഞാൻ കയറി ഇടപെട്ടിട്ട് അവരുടെ ജീവിതം ആകെ ഫസാദാക്കേണ്ട ഒരു വഴിയും ഞാൻ വെക്കുകയില്ല. അല്ലാഹ് നാം നന്നായി
ആദ്യം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. തെറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണ് ശ്രദ്ധിക്കുക, ദുശ്ചിന്ത വരുന്ന മനസ്സ് ശ്രദ്ധിക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, നമ്മുടെ മനസ്സിനെ നന്നാക്കണേ അല്ലാഹ്, നമ്മുടെ മനസ്സിനെ നന്നാക്കണേ അല്ലാഹ്. ഇതാണ് അല്ലാഹു തആല പൊറുക്കാത്ത രണ്ടാമത്തെ വിഭാഗം. ഇതിൽ നിന്ന് തന്നെയാണ് അഹങ്കാരം എന്ന് പറയപ്പെടുന്ന ഒരു വികാരം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്. ഈ ദുശ്ചിന്ത കാരണം തന്നെയാണ് അഹങ്കാരം വരുന്നത്, മറ്റുള്ളവരോടുള്ള അസൂയ വരുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സ് മോശമായത് കൊണ്ടാണ്. അഹങ്കാരമൊക്കെ വന്നാൽ ഞാനാണ് എന്നുള്ള ചിന്തയോടുകൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചോരത്തിളപ്പിന്റെ സമയത്ത് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ചിന്തയോടുകൂടി ഈ ദുന്യവിയായ ജീവിതത്തിൽ ആഭാസത്തോടുകൂടിയും അതിക്രമത്തോടുകൂടിയും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തആല ഈ പൊറുക്കപ്പെടുന്ന ദിവസത്തിൽ പോലും നമുക്ക് പുറത്തു തരില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ മക്കളിൽ നിന്നും വരാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ നാം കാരണത്താൽ ഒരാൾക്കും ബുദ്ധിമുട്ട് സഹിക്കേണ്ട ഒരു അവസരം വരാൻ പാടില്ല. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിർഭാഗ്യവശാൽ പറയാതെ വയ്യ, മുസ്ലിം ചെറുപ്പക്കാർ പങ്കെടുക്കുന്ന അധിക വിവാഹത്തിന്റെയും കാര്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ചെറുപ്പക്കാരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ വിവാഹം നടക്കുന്ന ദിവസത്തിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ദുന്യവിയായ ആഭാസങ്ങളിലും ദുന്യവിയായ അതിക്രമങ്ങളിലും ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പാട്ടിന്റെയും യുദ്ധത്തിന്റെയും താളത്തിൽ ആഭാസത്തിലും ആർഭാടത്തിലും മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. ഒരു ദിവസം കാസർഗോഡ് ഭാഗത്ത് വഴിയിൽ പോയ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയുമോ? കേവലം ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരനാണ്. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോടുകൂടി സന്തോഷത്തോടുള്ള ജീവിതം നയിക്കുന്ന സമയത്തായിരുന്നു ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയത്. വിവാഹ ദിവസം ആ ചെറുപ്പക്കാരന്റെ ഒരു പല്ല് പൊട്ടിയിട്ട് ചോര വരികയാണ്, രക്തമൊലിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാർക്ക് ആ ബ്ലഡിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. നേരെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഡോക്ടർമാരും ആ ബ്ലഡിനെ നിർത്താൻ സാധിക്കുന്നില്ല. അവസാനം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് ബ്ലഡ് ക്യാൻസർ ആണത്രേ. ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ തന്റെ സഹധർമ്മിയോടുകൂടി സന്തോഷത്തോടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ഒരു പല്ല് പൊട്ടിയ കാരണത്താൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ബ്ലഡ് ക്യാൻസർ ആണത്രേ. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരനാ മരണപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ റബ്ബേ അല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹ വീട്ടിൽ പാട്ടിന്റെയും കൂത്തിന്റെയും താളത്തിൽ ആറാടുമ്പോൾ ആ ആഭാസങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സമയത്ത് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ റൂഹിനെ പിടിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പിശാച് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതാണ്, അല്ലാഹ് എനിക്കൊരു മുഅദ്ദിനെ നൽകണേ അല്ലാഹ്, എനിക്കൊരു മജ്‌ലിസ് നൽകണേ അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു തആല പിശാചിനെ അനുവദിച്ചു കൊടുത്ത മുഅദ്ദിനാണ് അൽ മസാമീർ, വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്ന മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, ട്രാക്കിന്റെ ഉപകരണങ്ങൾ, ബാൻഡിന്റെയും ചണ്ടയുടെയും മദ്ദളത്തിന്റെയും അകമ്പടിയോടുകൂടി ട്രാക്കുള്ള മ്യൂസിക്കുള്ള പാട്ട് വെച്ചുകൊണ്ട് വിവാഹ വീടുകളിൽ ആർഭാദിക്കുന്ന സമയത്ത് പിശാചിന്റെ സദസ്സ് എന്ന് പറയപ്പെടുന്ന ഈ മജ്‌ലിസിൽ നിന്ന് അല്ലാഹു തആല ഈ പിശാചിന്റെ ആയുധമായ മ്യൂസിക് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂഹിനെ പിടിച്ചാൽ ആ പിശാച് തന്ന വെള്ളം കുടിച്ചിട്ട് ചാവേണ്ട ദുർവിധിയായി വരിക. അല്ലാഹ്
കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. ഈ ദുനിയാവിയായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആഭാസങ്ങൾക്ക് വേണ്ടി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പ്രിയപ്പെട്ട പെണ്ണന്മാർ പോലെ ഇങ്ങനെയുള്ള പാട്ടുകൾ കല്യാണ വീടുകളിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് അതിൽ താളം പിടിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഏതെങ്കിലും സിനിമയിൽ കാണുന്ന വിവാഹ രീതിയല്ല ഒരു മുസ്ലിമിന്റെ വിവാഹ രീതി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇങ്ങനെയുള്ള ആർഭാടങ്ങളിലും ആഭാസങ്ങളിലും മുഴുകിക്കൊണ്ട് ജീവിക്കുമ്പോ നമ്മുടെ റൂഹിനെ പിടിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്കൊക്കെ മരിക്കണ്ടേ, മരിക്കണ്ടേ. ആ സമയത്ത് നമ്മുടെ റൂഹിനെ പിടിച്ചാൽ പിന്നെ എന്തിനു വേണ്ടി ഇത്രയും കാലം അല്ലാഹുവിന് വേണ്ടി ഇവിടെ ജീവിച്ചോ? എന്തിനു വേണ്ടി പള്ളിയിൽ പോയി നമസ്കരിച്ചോ? എന്തിനു വേണ്ടി റമദാന്റെ മാസത്തിൽ 30 ദിവസം ഒരു ദാഹജലം പോലെ നമ്മുടെ വയറിലേക്ക് എത്താതെ റബ്ബിന് വേണ്ടി വ്രതമനുഷ്ഠിച്ചോ? ചിന്തിക്കുക. ഇങ്ങനെയുള്ള ആർഭാടങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ? മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്? അവസാനം കാഫിറായി ചത്തുപോവാൻ വേണ്ടിയാണോ? അല്ലാഹുവേ കാക്കണേ അല്ലാഹ്, കാക്കണേ റബ്ബേ. അന്ന് വിവാഹ വീടുകളൊക്കെ അങ്ങനെയാണ്. ഒരു ദിവസം ഒരു വിവാഹ വീട്ടിലേക്ക് പോയി. ജമാഅത്ത് ഒരു തീരുമാനമെടുത്തിരുന്നു, ആ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ വിവാഹത്തോടനുബന്ധിച്ച് ഒരു ആഭാസങ്ങൾ നടത്താൻ പാടില്ല, ഒരു മ്യൂസിക്കില്ല, പാട്ടും വെക്കാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല. പുതിയാപ്പിളയെ കൊണ്ടുപോകുമ്പോ എന്താ പറയാ, ചെറുപ്പക്കാരോട് ചോദിച്ചാൽ കാണാം പുതിയാപ്പിളമാരെ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ ചില നാടുകളിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. നല്ല ഭാഷ ഒന്നുമില്ല. മാഷാ അല്ലാഹ്, നല്ല നാടാണല്ലോ ഇത്, ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനെയുള്ള ആഭാസങ്ങളൊക്കെ വല്ലാത്ത ആഭാസം തന്നെയാണ്. കണ്ട അത്ഭുതപ്പെട്ടു. അതൊക്കെ കണ്ടിട്ടാണ് ചില ആൾക്കാർ റോൾ മോഡലാക്കി നടക്കുന്നത്. പുതിയാപ്പിളെ, ഒരു നാട്ടിലെ പുതിയാപ്പിളയെ കൊണ്ടുപോകുന്ന രംഗം, വിനീതൻ ആ വിവാഹ വീട്ടിലേക്ക് ആ കല്യാണത്തിന്റെ വീട്ടുകാരൻ ക്ഷണിച്ച കാരണത്താൽ പോവുകയാണ്. ഉസ്താദുമാരൊക്കെ ഉണ്ട്, പോയി. സുബ്ഹാനല്ലാഹ്, സ്റ്റേജ് കെട്ടിയിട്ട് മ്യൂസിക്കില്ല, പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചു. ആ നാട്ടിലെ ജമാഅത്തിന്റെ ഔദ്യോഗിക ഭാരവാഹിയുടെ വീടായിരുന്നു. ജമാഅത്തിന്റെ തീരുമാനം ഇങ്ങനെ ഒരു ആഭാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. അധിക നാട്ടിലും ജമാഅത്ത് ഇങ്ങനെ തീരുമാനമെടുത്താൽ അവസാനം പാളിപ്പോകുന്നത് ഭാരവാഹികളെ കൊണ്ടായിരിക്കും. ഭാരവാഹികൾ കാരണമായിരിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറത്തേണ്ട ഒരു തെറുവിധി വരിക. ജമാഅത്ത് കണിശമായ തീരുമാനം എടുക്കും. എന്നിട്ടോ പ്രസിഡന്റിന്റെ മകള് കല്യാണം വരുമ്പോൾ സുബ്ഹാനല്ലാഹ് എല്ലാം ഉണ്ടാവും. സെക്രട്ടറിയുടെ മകളെ കല്യാണം വരുമ്പോൾ എല്ലാം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ അവസ്ഥയല്ലേ പറയുന്നത്. അധിക നാട്ടിലും സംഭവിക്കുന്ന ഇതാണ്. ജമാഅത്തിന് എടുക്കുന്ന തീരുമാനം സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ തടസ്സം വരുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് പോയി ബഹുമാനപ്പെട്ട ട്രഷററോട് പറഞ്ഞു, എന്താ ട്രഷററെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആഭാസങ്ങളൊക്കെ കാണുന്ന? നാട്ടിലെ ട്രഷററുടെ മകന്റെ കല്യാണം. ആ സമയത്ത് ആ ട്രഷററോട് പറഞ്ഞു, ഇതൊന്ന് നിർത്തിക്കൂടെ? അപ്പൊ പറഞ്ഞു, ഉസ്താദ് നിർത്തി ഇപ്പൊ കുറച്ച് പ്രയാസമാണ്, കാരണം പുള്ളന്മാരാക്കിയതല്ലേ, അത് നിർത്തിയാ പിന്നെ ആകെ പ്രശ്നമാകും. ഞങ്ങൾ പറഞ്ഞു, ഉസ്താദുമാർ പറഞ്ഞു, എന്നാ ഉസ്താദുമാർക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം പ്രയാസമാണ്, ഞങ്ങൾ അവിടെ തിരിച്ചു നടക്കുന്ന സമയത്താണ് പുതിയാപ്പിള വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഇറങ്ങുന്ന രൂപം സുബ്ഹാനല്ലാഹ്, മുമ്പിൽ തന്നെ ഒരു ഗുസ്തിക്കാരന്റെ ഫോട്ടോ വെച്ചൊരു ബാനർ. ഗുസ്തിക്കാരന്റെ ഫോട്ടോ, ഈ പുതിയാപ്പിളയുടെ രൂപം, തല പുതിയാപ്പിളുടെയും ഉടല് ഏതോ ഒരു ഗുസ്തിക്കാരന്റെയും വെച്ച ഒരു ബാനർ. എന്നിട്ട് കുറച്ച് ചെറുപ്പക്കാര് പടക്കം പൊട്ടിക്കരി, മദ്ദളം കൊട്ടല്, ചെണ്ട കൊട്ടല്, ബാൻഡ് കൊട്ടല്. എന്നിട്ട് പുതിയാപ്പിള ആനയിച്ചു കൊണ്ടുപോവുക. എവിടത്തേക്ക്? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച വിവാഹ രീതി? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഈ രീതിയിലുള്ള വിവാഹമാണോ? അല്ലാഹു കാക്കുമാറാവട്ടെ, നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഒരു ആഭാസത്തിലോ ആർഭാടത്തിലോ ആരും പെട്ടുപോകാൻ പാടില്ല. ജമാഅത്ത് ഭാരവാഹികളോട് പറഞ്ഞു, എന്ത് ട്രഷററാണ് ഇയാളെ? ചെറുപ്പക്കാര്, കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ കമ്മിറ്റിയോട് പറഞ്ഞപ്പോ പറഞ്ഞു, അയാളെ കൊണ്ട് ജമാഅത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അയാളിപ്പോ പെട്ടെന്ന് അകറ്റി നിർത്തുക എന്നൊക്കെ പറഞ്ഞ പ്രയാസം, സാമ്പത്തികമായിട്ട് കുറെ സഹായിക്കുന്ന ആളാണ് എന്നൊക്കെ പറയും ജമാഅത്ത് ഭാരവാഹികൾ. ഇങ്ങനെ
ഹറാമിന്റെ വഴിയിൽ കൂടി ചെലവഴിക്കുന്ന സമ്പത്തിനാണ് ദീൻ വളർത്താൻ വേണ്ടി. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു തആല തന്നെ സംരക്ഷിക്കും. അത് ഹറാമിൽ കൂടി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് റബ്ബ് നിലനിർത്തേണ്ട ആവശ്യമൊന്നും റബ്ബിനില്ല. അങ്ങനെ ഒരാളെ സമ്പത്തും ഈ ദീനിന് വേണ്ട. ഇങ്ങനെയുള്ള ആഭാസങ്ങളും ആർഭാടങ്ങളും നടത്താൻ ജമാഅത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്നിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോയാൽ ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, എനിക്ക് എന്നോട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടുകൊള്ളുക, വേറെ സംസാരമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന നേതൃത്വമാണെങ്കിൽ ആ നേതൃത്വത്തെയാണ് ആദ്യം നേരെയാക്കി എടുക്കേണ്ടത്. എന്നാലേ നാട് നന്നാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, അങ്ങനെയുള്ള ഒരു ആഭാസങ്ങളോ മോശമായ പ്രവർത്തനങ്ങളോ നമ്മുടെ നാട്ടിൽ അരങ്ങേറാൻ പാടില്ല. അങ്ങനെയുള്ള ശക്തമായ ജമാഅത്ത് തന്നെയാണ് നമ്മുടെ ജമാഅത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? ആര് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും നടപടിയെടുക്കുക, ഉടനെ നടപടിയെടുക്കാൻ പറ്റണം. മുഖം നോക്കാതെ ന്യായമായ നടപടിയെടുക്കാൻ കഴിയണം നേതൃത്വത്തിന്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങളും അതിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും തച്ചോടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തന്നെ പറയാം. എന്നിട്ടോ പുതിയാപ്ല ഈ പുതിനാരിയുടെ മണിയറയിലേക്ക് പോയ അവിടെ നടത്തുന്ന ആഭാസങ്ങളെന്ന് സോഫ പറിച്ചിട്ട്, സോഫയുടെ സ്പോഞ്ച് പറിച്ചിട്ട് വാട്ടർ ബലൂൺ വെക്കുക അതിന്റെ അടി. എന്നിട്ടോ പുതിയാപ്പിള ഇരിക്കുമ്പോ വാട്ടർ ബലൂൺ പൊട്ടിയിട്ട് ആകെ വെള്ളത്തിൽ കുളിപ്പിക്കും. പുതിയാപ്പിളയുടെ വീട്ടിലേക്ക്, ഇവിടെ പുതിനാരിയുടെ വീട്ടിലെ താമസം പുതിയാപ്പിളന്റെ വീട്ടിലാണ്, ഭാര്യ വീട്ടിലെ താമസം ഓള മാപ്പിളെ മാപ്പിളിന്റെ ഓള, ഭാര്യയുടെ ഭർത്താവ് ഭർത്താവിന്റെ ഭാര്യ. എങ്ങനെയാ? ഓള മാപ്പിള തന്നെ, കണ്ണൂർ ജില്ലയല്ലേ? ഭാര്യ വീട്ടിലല്ലേ താമസം? അൽഹംദുലില്ലാഹ്. മരിച്ചാലും പുതിയാപ്പിളുടെ ഖബറായിരിക്കും അല്ലേ? മരിച്ചാലും ഖബർ പുതിയാപ്പിളുടെ ഖബറായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ. നമുക്ക് കാസർഗോഡ് ജില്ലയുടെ ബോർഡർ താമസിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അങ്ങേയറ്റം കാസർഗോഡ് ജില്ലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ ഉള്ളവരൊക്കെ ഓള മാപ്പിള തന്നെയാണ്, ഭർത്താവിന്റെ ഭാര്യ. അങ്ങനെ പറഞ്ഞാൽ പെണ്ണിനായിരിക്കും സ്വാധീനം കൂടുതൽ വീട്ടിൽ എന്നർത്ഥം. അപ്പോ പുതിനാരി വീട്ടിലേക്ക് വന്നാല് മത്സ്യം കൊടുത്തിട്ട് പുതിനാരിയെ കൊണ്ട് മുറിപ്പിക്കുക. ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, ആഭാസങ്ങൾ പടച്ച റബ്ബ് പൊറുക്കോ? അല്ലാഹു പൊറുക്കോ? ഇങ്ങനെയുള്ള മര്യാദകളാണോ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മോട് കൽപ്പിച്ചു തന്നത്? ഒരു വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടിയായിട്ടല്ലേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ الذكر والأنثى. പരിശുദ്ധമായ ഖുർആനിൽ കൂടെ അല്ലാഹു തആല രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരികയാണ്, വമാ ഖലഖ الذكر والأنثى. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന്റെ തണലേകേണ്ടവളാണ്. രാവിലെ മുതൽ ഈ സൂര്യന്റെ ചൂടിൽ ആകെ വെന്തിരുന്ന പ്രഭാതം, ഈ പകലിന്റെ സമരമേകാൻ വേണ്ടിയാണ് രാത്രിയെ പളച്ചതെന്ന് അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ രാവിലെയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ നോക്കാൻ ഈ ചൂടിൽ പോയിക്കൊണ്ട് വെന്തിരികൊണ്ട് ചോരകൊണ്ട് പണിയെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ ഭർത്താക്കന്മാർക്ക് രാത്രി വീട്ടിലെത്തുമ്പോൾ തണൽ നൽകാൻ അല്ലാഹു തആല പ്രാപ്തരാക്കിയവരാണ് ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം അല്ലാഹു തആല ബഹുമാനിച്ചു. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധത്തെ, ഈ ബന്ധത്തെ പോലെ ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ലോകത്തെ പ്രഭാതത്തെയും പ്രദേശത്തിലേക്കുമാണ് പറഞ്ഞത്. അത്രയും റബ്ബ് ബഹുമാനിച്ചതാണ് ഒരു ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം. ഒരു ഭാര്യയും ഭർത്താവും ഉടമ്പടി ചെയ്യുന്ന നിക്കാഹുണ്ടല്ലോ, കല്യാണമുണ്ടല്ലോ,
ഇതൊക്കെ അല്ലാഹു തആല ഒരുപാട് ബഹുമാനത്തോടുകൂടി കാണുന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ സാന്നിധ്യത്തിൽ കൊണ്ട് നടക്കുന്ന നിക്കാഹ് കർമ്മത്തിൽ പോലും ആഭാസങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആർഭാടങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബ്ബ് പൊറുക്കില്ല, റബ്ബ് പൊറുക്കില്ല. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരു വിവാഹം പോലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ഇസ്ലാം മതം പഠിപ്പിച്ച രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഇസ്ലാം പഠിപ്പിച്ച രീതിയിലായിരിക്കണം നമ്മുടെ ആഘോഷം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആഘോഷം നമ്മുടെ നാട്ടിലുണ്ടാവല്ലേ. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അന്യർക്ക് വേണ്ടി അന്യത്ത മതസ്ഥിൽപ്പെട്ടവർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം പോലും ഉണ്ടാകല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ കൈകളിൽ നിന്ന്, അവന്റെ നാഭികളിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടണം. ഏതെങ്കിലും ഒരു ആഘോഷം നമ്മുടെ വീട്ടിലോ നാട്ടിലോ വരുമ്പോൾ മറ്റുള്ള അന്യമതസ്ഥരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം മതം സ്നേഹത്തിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്. പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി കൊണ്ട് കഴിയാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം കൽപ്പിച്ചത്. പരസ്പരം സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം നമ്മെ കൽപ്പിച്ചത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചാൽ പോരാ. ചെറുപ്പക്കാരൊക്കെ ഇന്ന് തന്നെ ദൃഢപ്രതിജ്ഞയെടുക്കുക. എന്റെ വിവാഹത്തിന് ഒരു അനാചാരങ്ങളും ഒരു ആർഭാടങ്ങളും ഞാൻ കൊണ്ടുവരില്ല. പൂർണ്ണമായി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം കൽപ്പിച്ച ദീനിയായ രീതിയിലുള്ള വിവാഹാഘോഷമാണ് ഞാൻ നടത്തുക എന്ന പ്രതിജ്ഞയെടുക്കണേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെറ്റുമോളുടെ കല്യാണത്തിന് ഇസ്ലാം മതം കൽപ്പിക്കപ്പെട്ട പൂർണ്ണമായ അതീവനിലുള്ള നിയമപ്രകാരമായിട്ടുള്ള വിവാഹമാണ്. എന്റെ മകളുടെ വിവാഹമാണ്, വിവാഹമാകണം എന്നുള്ള ചിന്തയായിരിക്കണം. അതല്ലാതെ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ കൈവാരത്തേച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പറയിപ്പിച്ചുകൊണ്ട് ആർഭാടത്തോടുകൂടി ആഡംബരത്തോടുകൂടിയുള്ള വിവാഹമല്ല നയിക്കേണ്ടത്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നാം ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ പോലും പാലിക്കേണ്ട മര്യാദ പരിശുദ്ധമായ ഇസ്ലാം മതം പഠിപ്പിച്ച മര്യാദയായിരിക്കണം. അതുകൊണ്ട് നാം നിയ്യത്ത് ചെയ്യുക, എന്റെ വിവാഹത്തിന് ഒരു അനാചാരങ്ങളും ഒരു ആർഭാടങ്ങളും ഒരു ആഡംബരങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഉമ്മമാര് നിയ്യത്ത് ചെയ്യുക, എന്റെ മകളുടെ കല്യാണത്തിന്. ഉപ്പമാരെയൊക്കെ തിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയാകുമ്പോ ഓള മാപ്പിളയാകുമ്പോ ഓള് തന്നെയായിരിക്കും ഉപ്പമാരെയും തിരിക്കുന്നത്. ഉപ്പമാർക്ക് എന്ത് റോള് കൊണ്ടുവന്നാലും ഉമ്മമാരുടെ കുടുംബത്തിനായിരിക്കും സ്വാധീനം. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ ഉമ്മമാരുടെ കുടുംബം തീരുമാനിച്ചതിന്റെ അപ്പുറം പരുന്തും പറക്കില്ല. അങ്ങനെയുള്ള തീരുമാനിക്കുന്ന ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറയാം, നമ്മുടെ മകളുടെ കല്യാണത്തിന്, മകന്റെ കല്യാണത്തിന് ഒരു അനാചാരം ഉണ്ടാകാൻ പാടില്ല, ഒരു ആർഭാടവും വേണ്ട. ഇസ്ലാം മതം കൽപ്പിച്ച രീതിയിൽ നല്ല രീതിയിൽ നിക്കാഹ് കഴിക്കാം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം, പറ്റുമെങ്കിൽ ഉസ്താദുമാരൊക്കെ കൊണ്ടുവന്നൊരു നേർച്ച കഴിക്കാം, മൗലൂദ് കഴിക്കാം. ഇതൊക്കെ പുണ്യമുള്ള കാര്യമല്ലേ? നല്ല മാധുര്യത്തോടു കൂടി മദ്ഹ് റസൂൽ പ്രകീർത്തന സദസ്സുണ്ടാക്കിക്കൂടെ? വീടുകളിൽ മജ്ലിസിനൂർ സദസ്സുണ്ടായിക്കൂടെ? വിവാഹ വീടുകളിൽ എന്ത് ബർക്കത്തുണ്ടാകും, എത്ര ബർക്കത്തുണ്ടാകും. ബദരീങ്ങളെ കാവൽ ചെയ്ത് തേടിക്കൊണ്ട് റബ്ബിനോട് ഇങ്ങനെ ഈ വിവാഹ ദിവസത്തിൽ ചോദിക്കുമ്പോ അല്ലാഹു തആല ആ ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് പ്രതിജ്ഞ എടുക്കുക, എന്റെ വിവാഹത്തിന് ഞാൻ ഒരു ആർഭാടമോ ഒരു ആഭാസമോ കൊണ്ടുവരില്ല. അതേപോലെ പ്രായം ചെന്ന ബ്രോക്കർമാർ പ്രതിജ്ഞ എടുക്കുക, ഒരാളുടെ വിവാഹം ഞാൻ മുടക്കൂല, ഒരാളുടെ വിവാഹം ഞാൻ നടക്കൂല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ മാത്രമേ റബ്ബ് തആല റമദാൻ മാസം വന്നാലും ബറാഅത്ത് രാവെത്തിയാലും ഒക്കെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ.
പരസ്പരം വെറുപ്പും മറപ്പും വെച്ച് മനസ്സിൽ കുശുമ്പ് വെച്ച് നടന്നിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സമ്പത്തുണ്ടാക്കണം ഒരൊറ്റ ചിന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടങ്കോലിട്ട താൽക്കാലിക സമ്പത്തുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഈ സമ്പത്തൊക്കെ മാരകമായ റബ്ബിന്റെ പരീക്ഷണമാകുന്ന രോഗങ്ങൾ കാരണം റബ്ബ് എല്ലാം കൊണ്ടുപോകും. ഒരു സംശയമില്ല. നിങ്ങൾ ചിന്തിച്ച് ആരെക്കുറിച്ചും പഠിച്ചു നോക്കി. ഈ ദുന്യാവിന്റെ പളപളപ്പിൽ ജീവിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ആര് സമ്പത്തുണ്ടാക്കിയോ ഹറാമായ വഴിയിൽ കൂടി ഒരു രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് അതിന്റെ ഡബിൾ നമ്മിൽ നിന്നും എടുത്തിട്ടേ കൊണ്ടുപോകും. ഹറാമായ രീതിയിൽ കോടികളല്ല ലക്ഷങ്ങളല്ല നിങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്നിക്കൽ മാരകമായ ക്യാൻസർ പോലത്തെ ട്യൂമർ പോലത്തെ എയ്ഡ്സ് പോലത്തെ അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിച്ചിട്ട് അവസാനം നാട്ടുകാർ യാചിച്ചിട്ട് പിരിച്ചിട്ട് ജീവിക്കേണ്ട ദുർവിധി വരും. പടച്ചോൻ കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരു രൂപ പോലും ഒരാൾ സമ്പാദിക്കാൻ പാടില്ല. ഉപകാരം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ സമ്പാദിച്ചു, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തു, അതിൽ കൂടി നിങ്ങൾക്ക് അല്ലാഹു തആല ധനം നൽകിയാൽ അല്ലാഹു അതിന് നിഅമത്ത് നൽകും. ഒരാളെ സഹായിക്കണം എന്നുള്ള ചിന്തക്കപ്പുറം ഒരാളെയും ബുദ്ധിമുട്ടാക്കണം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി പോകാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ചിന്തയെക്കുറിച്ച് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുന്നത്, നിങ്ങൾ ഖുർആൻ കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും അഹ്സനായ കാര്യങ്ങൾ കൊണ്ട് തന്നെ പ്രവർത്തിക്കണേ. ഗുഡ് മാത്രം പോരാ, ഗ്രീറ്റായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണേ, അഹ്സനായ കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണേ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്. നേരത്തെ ഈ വഅദ് തുടങ്ങുന്ന സമയത്ത് ആ ഈത്തപ്പഴ മരത്തിലെ ആ സ്വഹാബി വര്യന്റെ സംഭവം പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ആ സ്വഹാബി വര്യൻ ഇത്രയും 40 ഈത്തപ്പഴ മരത്തിന്റെ തോട്ടം കൊടുത്തിട്ട് ആ ഒരൊറ്റ ഈത്തപ്പഴമരം സ്വന്തമാക്കാനുള്ള കാരണം സ്വർഗത്തിൽ എനിക്കൊരു ഈത്തപ്പഴമരം കിട്ടണം എന്നുള്ള കാരണത്താലാണ്. وصدق بالحسنى فسنيسره لليسرى. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പമാരെ, ഉമ്മമാരെ, ഇങ്ങനെ ഏറ്റവും നല്ല കാര്യങ്ങളെ കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന് വേണ്ടി എല്ലാം നൽകുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സഹായിക്കുന്നവരുണ്ടല്ലോ, സ്നേഹിക്കുന്നവരുണ്ടല്ലോ. തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉറപ്പ് നൽകുകയാണ്. അവർ സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനോട് വിളിച്ചു പറയുകയാണ്. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ, ഒരാളുടെ മകൾക്ക് ഒരു ചെറുപ്പക്കാരൻ പുതിയാപ്പിളയായി കൊണ്ട് നാം കൊണ്ടുകൊടുക്കുന്ന സമയത്ത്, ഒരാളുടെ മകന്റെ ഒരു പെങ്ങളെ പുതുവാളിയായി കൊണ്ട് കൊടുക്കുന്ന സമയത്ത്, രാജനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, ഫസനുയസ്സിറുഹു ലിൽയുസ്റാ. സ്വർഗ്ഗീയ ലോകത്തെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, സഹായം ചെയ്തു കൊടുക്കുന്നവർ എളുപ്പത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. അല്ലാഹു പറയാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രീതിക്ക് പകരം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തമായ സമ്പത്തുണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ, ഒരു ചെറുപ്പക്കാരനെ പുതിയാപ്പിളയായി കൊണ്ടുകൊടുക്കുമ്പോൾ
ധാരണയായി കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രീതിക്ക് പകരം എനിക്ക് 50,000 രൂപ ബ്രോക്കർ ഫീസ് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അത് എങ്ങനെങ്കിലും നടത്താൻ വേണ്ടി ഒരുപാട് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ്. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ്. ഇങ്ങനെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി 50,000, 10,000, 20,000 ഫീസ് വാങ്ങിക്കൊണ്ട് സമ്പത്തുണ്ടാക്കുന്നവരെ ഒരുപാട് കളവുകൾ പറഞ്ഞുകൊണ്ട്, ഫിത്നകൾ പറഞ്ഞുകൊണ്ട്, ഫസാദുകൾ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ, ഒരു ചെറുപ്പക്കാരന്റെ വിവാഹ ജീവിതം നാശനഷ്ടത്തിലാക്കുന്നവരെ, അതിൽ ഇടങ്കോലിടുന്നവരെ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ്. ആ വഴിയിലുള്ള കാടുകൾ ചുളിക്കുകയാണ്. അങ്ങനെ ആ വഴി നീങ്ങിലേക്ക് എളുപ്പമായിരിക്കുകയാണ്. ആ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ നരകത്തിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കണം. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തമായി ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി, സ്വന്തമായ നിലനിൽപ്പിന് വേണ്ടി ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഏത് ബിസിനസ് ആയാലും ശരി, കച്ചവടമായാലും ശരി, ഉടമ്പടിയായാലും ശരി, പെരുമാറ്റമായാലും ശരി, എന്തായാലും ശരി, സ്വന്തം നിലനിൽപ്പ് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കുന്നവർ അവർ എളുപ്പത്തിൽ നരകത്തിൽ എത്തിച്ചേരും. നേരെ മറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള പ്രീതി കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ, ഒരാളുടെ മകൾക്ക് ഒരു പുതിയ പെണ്ണ്, എനിക്കതിന് പ്രതിഫലം നൽകണേ അല്ലാ, കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു എന്ന ചിന്തയോടുകൂടി ആ മനുഷ്യൻ ഒരാളുടെ മകൾക്ക് പുതിയാപ്പിളയെ കൊണ്ടു കൊടുത്തു. ആ മകളുടെ ഉപ്പ പറയാണ്, അൽഹംദുലില്ലാ, എനിക്ക് നല്ലൊരു പുതിയാപ്പിളെ കൊണ്ടുതന്നല്ലോ, ഒരു 10,000 രൂപ എന്ന് നീ വെച്ചോ, ഞാൻ പൊരുത്തപ്പെട്ടിട്ട് തരും, പ്രശ്നമില്ല, അല്ലാഹു അതിൽ ബർക്കത്ത് ചെയ്യും. നേരെ മറിച്ച് ആദ്യ ഉടമ്പടി, ഞാൻ പുതിയാപ്പിളാക്കി തരാം, 50,000 രൂപ ഫീസ്, നല്ല പുതിയാപ്പിള കൊണ്ടുതരാം. കൊണ്ടു കൊടുക്കുന്നതോ 2 കൊല്ലം കഴിഞ്ഞ് ഡൈവേഴ്സാകുന്ന പുതിയാപ്പിളയായിരിക്കും. പടച്ചോണ്ട് കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, പടച്ചറപ്പിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ, ഒരു സൽപ്രവർത്തനം ചെയ്താൽ, അവൻ എളുപ്പത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ കൂടി പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അത്രയും മഹത്വമുണ്ട് പടച്ചറപ്പിന്റെ പ്രീതി കാംക്ഷിച്ച ഒരാൾ സൽക്കർമ്മം ചെയ്താൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഖിയാമത്ത് നാൾ സംഭവിക്കാം. ഇന്നിപ്പോ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസമാണെങ്കിൽ, ഇദാ ഖാമത്തുൽ ഖിയാമത്തു വഫീ യദി അഹദികും ഫസീൽ, ലോകാവസാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു സസ്യമുണ്ട് എന്ന് കരുതുക. ആ സസ്യം ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, സസ്യം ഈ ഭൂമിയിൽ നട്ടു മുളപ്പിച്ചാൽ റബ്ബ് തആല എനിക്ക് പ്രതിഫലം നൽകുന്നത്രേ, പ്രതിഫലം നൽകുന്നത്രേ. ഇങ്ങനെ പടച്ചറപ്പിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആ കയ്യിലുള്ള സസ്യം ഖിയാമത്ത് നാളിന്റെ ദിവസം ഈ ഭൂമിയാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കിടുകിടാകുറച്ചുകൊണ്ട് അവസാനിക്കുമ്പോൾ കോരിത്തെരിച്ചുകൊണ്ട് തകിടം പറയുമ്പോൾ ആ സസ്യം നടുവാൻ വേണ്ടി ഒരു മനുഷ്യൻ തുനിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച ഒരാൾ പ്രവർത്തനം ചെയ്താൽ അതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ടെന്ന്. ഇങ്ങനെ ഗൗരവത്തോടുകൂടി ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, തഖ്വയോടുകൂടി ഒരാൾ പ്രവർത്തിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദയല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഹബ്ബുൽ അമാലി ഇലല്ലാഹ്
അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് ബഅദ തഖ്വല്ലാഹ് ഇദ്ഖാലുസ് സുറൂർ. അല്ലാഹു തആലാക്ക് തഖ്വയ്ക്ക് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, ഏറ്റവും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ഇദ്ഖാലുസ് സുറൂർ. തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സന്തോഷിപ്പിക്കലാണ്, അവന് ഉപകാരം ചെയ്തു കൊടുത്ത് അവന്റെ പുഞ്ചിരി ആസ്വദിക്കലാണ്. അല്ലാഹുവിന് തഖ്വ എന്ന റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവന് അമലുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനിന് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് മനസ്സ് അൽഹംദുലില്ലാ റബ്ബേ അവന് ഞാനെന്ന് ഉപകാരം ചെയ്തു കൊടുത്തല്ലോ എന്ന് സന്തോഷിക്കുന്നവരുണ്ടല്ലോ, അവനാണ് സൂക്ഷ്മമായി ജീവിക്കുന്നവന്റെ അമലുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടം അവന്റെ അമലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിനെ സന്തോഷിപ്പിക്കുക, ഒരാളെയും വിഷമിപ്പിക്കാതിരിക്കുക. ഞാൻ കാരണം ഒരാളെ വിഷമിപ്പിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, രാവിലെ മുതൽ ഈ സമയം വരെ എത്ര പേരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയാൽ വല്ലാത്ത ഗൗരവമാണ്. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ പോലും വഅലൈക്കും അസ്സലാം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയാൻ പോലും കഴിയുന്നില്ല. കാരണം എന്തേ? എല്ലാവർക്കും പ്രയാസമാണ്, ദുഃഖമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രയാസവും ദുഃഖങ്ങളും മാറിക്കിട്ടുക? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ ലക സദഖ. നിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയണമെങ്കിൽ തവാളുവിന്റെ, വിനയത്തിന്റെ മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം. വിനയത്തിലായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. മൻ തവാള വിനയമുള്ളവരെ അല്ലാഹു തആല ഉയർത്തുമത്രേ, അല്ലാഹു തആല ഉയർത്തുമത്രേ. അഹങ്കാരത്തോടുകൂടിയും അഹന്തയോടുകൂടിയും നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കിയാൽ പുഞ്ചിരിക്കാൻ അവന് കഴിയില്ലത്രേ. കാരണമെന്ത്? അവൻ ചിന്തിക്കും, അവനെന്തേ എന്നോട് ചിരിച്ചുകൊണ്ട് സലാം പറയാൻ കഴിയാത്തത്? പിന്നെ എന്തിന് ഞാൻ അങ്ങോട്ട് പറയണം? ഇങ്ങനെ അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ചിന്ത വെച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, വമൻ തകബ്ബറ വലല്ലാഹ്, വമൻ തകബ്ബറ വലല്ലാഹ്. അല്ലാഹു തആല അവരെ പറത്താക്കിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അഹന്തയും വെച്ച് നടക്കുന്നവന് റസൂലുള്ള പറഞ്ഞ പുഞ്ചിരി എന്ന സദഖയുടെ മഹത്വം കരസ്ഥമാക്കാൻ കഴിയില്ല. ആരെ കണ്ടാലും അല്ലാഹ് റബ്ബേ അവൻ എന്നെക്കാളും നല്ലവനാണല്ലോ, അവനെ കൊണ്ട് എനിക്ക് ദുആ ചെയ്യിപ്പിക്കണമല്ലോ. ഇങ്ങനെയുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ചിന്ത. അങ്ങനെ വിനയത്തിന്റെ ചിന്ത വരുമ്പോൾ മാത്രമേ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കിയിട്ട് സലാം പറഞ്ഞെന്ന് കൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ചാണെങ്കിൽ അവൻ അഹങ്കാരിയാണ്, അവൻ ധിക്കാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവനിലേക്ക് ഈ ബറാത്തിന്റെ രാവിൽ പോലും അല്ലാഹു തആല നോക്കില്ലത്രേ, അല്ലാഹു നോക്കില്ലത്രേ. അതുകൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നാം പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അറിയാതെ ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ ആ അടിമക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് കാരണം റബ്ബ് നമുക്ക് സദഖയുടെ പ്രതിഫലം നൽകുകയാണ്.
അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് അല്ലാഹു തആല റസൂലിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊനൽ അഹ്സൻ. യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മുഅ്മിനീകൾക്കങ്ങ് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ നബിയേ. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേൾക്കുന്നവരാണ്. ഫയത്തബിഊനൽ അഹ്സൻ, അവർ അഹ്സനായ, നേരത്തെ പറഞ്ഞ ഖുർആനിലെ ഗുഡ് എന്നല്ല പറഞ്ഞത്, അവർ ഖുർആനിലെ സ്വീകരിക്കുന്നവരാണ്. നബിയേ നബിയേ, അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ നബിയേ, സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ നബിയേ എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും നല്ല കാര്യങ്ങൾ പുഞ്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം, അഹ്സനായ കാര്യം പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞു. ചിരിക്കാണ്ട് ഒരാൾക്ക് സലാം പറയാ, അവന് പ്രതിഫലം കിട്ടും. നേരെ മറിച്ച് ചിരിച്ചുകൊണ്ട് സലാം പറയാലോ, ചിരിക്കാതെ സലാം പറയാൻ ഹസനാണ്. തിരിച്ചുകൊണ്ട് ഒരാളുടെ സലാം പറയാൻ ഹസനായി. ചിരിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു മുഅ്മിനോട് സലാം പറയാൻ കഴിഞ്ഞാൽ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ ആ അഹ്സനായ കാര്യം നമുക്ക് കിട്ടി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നബിയേ നബിയേ, അഹ്സനായ കാര്യങ്ങളെ പിന്തുടർന്നവർക്ക് നബിയേ അങ്ങ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണേ. മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ ആദ്യം പറഞ്ഞു നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമത് പറഞ്ഞു മനസ്സ് നന്നാക്കുക. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ക്ലിയറായ മനസ്സ്. ഈ മനസ്സ് നന്നാക്കണമെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഫിത്ന പറയാനോ ഗീബത്ത് പറയാനോ നമീമത്ത് പറയാനോ പോവാൻ പാടില്ല. ആഘോഷങ്ങളും പരിപാടികളൊക്കെ വരുമ്പോൾ അഹങ്കാരമില്ലാതെ ദീനിയായ രീതിയിൽ ജീവിക്കാനുള്ള മര്യാദ പഠിച്ച മുഅ്മിനായി മാറും. അടുത്ത് പറയുന്നു, മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയണം. അതൊരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ മര്യാദ തന്നെയാണ്. മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയണം. ഒരാളെ കണ്ടാൽ അവനെ സന്തോഷിപ്പിക്കാൻ കഴിയണം. സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ അഹ്സനായ കാര്യങ്ങൾ ചെയ്ത സഹാബികളുടെ ചരിത്രം. മഹാനായ അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം അദ്ദേഹം കുളിക്കാൻ വേണ്ടി ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറിയതായിരുന്നു. പബ്ലിക് ബാത്റൂമിൽ പ്രവേശിച്ചതായിരുന്നു. ഒരു അങ്ങാടിയിലുള്ള പബ്ലിക് ബാത്റൂമിൽ മഹാനായ അബൂ യാസീൻ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി കയറിയപ്പോൾ അങ്ങനെ ആ ബാത്റൂമിന്റെ മുകളിലുള്ള ആ മതിലിൽ അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ അദ്ദേഹം അഴിച്ചു വെച്ചു. ആ സമയത്ത് ആ മഹാനായ അദ്ദേഹം കാണുകയാണ്, ആ വസ്ത്രം ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോടുകയാണ്. അദ്ദേഹം ഒരു തോർത്ത് കൊണ്ടിട്ട് കുളിക്കുകയാണ്. ആ നാട്ടിൽ വസ്ത്രം മോഷ്ടിക്കുന്ന കാലത്തുള്ള നാടായിരുന്നു ആ സമയം. ആ സമയത്താണ് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി തങ്ങള് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയപ്പോൾ മദിനയുടെ പുറത്തെ ഒരു കള്ളൻ വന്നിട്ട് ആ വസ്ത്രം എടുത്തോടി. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി ആ കള്ളന്റെ പിന്നാലെ ഓടുകയാണ്. ഓടി കള്ളനോട് പറയുകയാണ്, ഒന്ന് നിൽക്കണേ നിൽക്കണേ, നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. കള്ളൻ കേൾക്കുന്നില്ല. അവസാനം മഹാനവറുകൾ പറയുകയാണ്, വല്ലാഹി വല്ലാഹി നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല സുഹൃത്തേ, ചെയ്യില്ല സുഹൃത്തേ. വല്ലാഹി എന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള സത്യം പറഞ്ഞപ്പോൾ മഹാനായ അബൂ യസീദുൽ ബിസ്താമിയുടെ മുമ്പിലോടുന്ന കള്ളനതാ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ കള്ളനോട് പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തേ, അങ്ങ് എന്റെ വസ്ത്രം മോഷ്ടിച്ചു. ശരി തന്നെയാണ്, അങ്ങേക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ വസ്ത്രം മോഷ്ടിച്ചു ഓടുന്നത്. ഞാനിതാ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങേക്ക് ഈ വസ്ത്രം പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. ഈ വസ്ത്രം ഞാനിതാ പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയാണ് അങ്ങയുടെ പിന്നാലെ ഞാൻ ഓടി വന്നത്. അതല്ലാതെ അങ്ങയെ വിഷമിപ്പിക്കാൻ
ക്ഷമിക്കാൻ വേണ്ടിയല്ല, അങ്ങേക്ക് ഞാൻ പൊരുത്തപ്പെട്ടാൽ അത് ധരിച്ചാൽ റബ്ബിന്റെ അരികിൽ നിന്നും കൂലി ലഭിക്കുമല്ലോ. ഒരു കുറ്റക്കാരനാണില്ലല്ലോ. അങ്ങ് കുറ്റക്കാരനാവാതിരിക്കാൻ വേണ്ടി ഞാൻ സദഖ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയുമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അങ്ങയുടെ പിന്നാലെ ഞാൻ ഓടി വന്നതെന്ന് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി